Hello, am I audible? ഓക്കെ ഓക്കെ അപ്പം ഞാനായിരിക്കും ഇന്നത്തെ ക്ലാസ് എടുക്കുക. അപ്പൊ ഇതെന്റെ ഫസ്റ്റ് ടൈമത്തെ ക്ലാസ് ആണ് കേട്ടോ. അപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ചോദിക്കണം കേട്ടോ. പിന്നെ എന്തെങ്കിലും ക്ലിയർ ആയില്ലെങ്കിൽ ഇത് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഗ്രൂപ്പിൽ വോയിസ് ഇട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, നമുക്ക് വൈകണ്ട. ലെറ്റ് സ്റ്റാർട്ട് സൂൺ. അപ്പൊ ഞാനൊന്ന് എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യട്ടെ. കാണുന്നുണ്ടോ ഇത്? ഒന്ന് വോയിസ് ഓൺ ആക്കിയിട്ട് പറയാം ആരെങ്കിലും. ഹലോ, ഇത് കാണുന്നുണ്ടോ? എനിക്ക് Yes, ഫോണിൽ ma'am. തന്നെയാണ് ഞാൻ. ഓക്കെ ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇതിങ്ങനെ മാറ്റുമ്പോൾ പറ്റുന്നില്ല. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? പിന്നെ എനിക്ക് ചെറിയ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടാണ്. ഞാൻ പുറത്തായിരിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ട്, വോയിസ് കിട്ടില്ല. അപ്പൊ ചെറിയ കണക്ഷൻ വന്നില്ലെങ്കിൽ പറയണം കേട്ടോ. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വോയിസ് തുറന്നിട്ട് തന്നെ പറയാം. ഞാൻ എന്റെ ഫോണിൽ കണക്ട് ചെയ്തോണ്ട് എനിക്ക് നിങ്ങളുടെ റിയാക്ഷൻസ് ഒന്നും കാണാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. ആക്ച്വലി ഇത് കോൺട്രാക്ടിന്റെ ഇതാണ് ക്ലാസ്സിൽ. അപ്പം സെക്ഷൻ 11 to 23 ആണ് നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓരോ സെക്ഷൻസിൽ നമുക്ക് തുടങ്ങാം. അപ്പൊ ഈ ഒരു സെക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വാലിഡ് കോൺട്രാക്ട്, അത് ഒരു ഇത് വാലിഡ് കോൺട്രാക്ട് ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ എസെൻഷ്യൽ എലമെന്റ്സ് വേണം എന്നാണ് ഈ ഒരു സെക്ഷൻസിൽ പറയുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം കേട്ടോ. അത് ഒന്ന് കോമ്പറ്റൻസി ഓഫ് പാർട്ടീസ്. ഒരു കോൺട്രാക്റ്റിൽ കയറണമെങ്കിൽ ആ ഒരു പാർട്ടീസിന്റെ കോമ്പറ്റൻസി, ഏതൊക്കെ തരം പാർട്ടികൾക്ക് കയറാൻ പറ്റും, അവരുടെ മെന്റൽ കപ്പാസിറ്റി, കൺസെന്റ് ഉണ്ടോ, ഏത് ഫ്രീ കൺസെന്റ് ആണോ, സമ്മതം കിട്ടുന്നുണ്ടോ, അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണോ, പിന്നെ ഏത് കൺസെന്റിനെ അഫക്ട് ചെയ്യുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ട്, അതിപ്പോ നിർബന്ധിച്ചിട്ട് കൊടുക്കുന്നതാണോ, പിന്നെ അഗ്രിമെന്റ്സിൽ വരുന്ന മിസ്റ്റേക്സ്. അപ്പം ഇതൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു എലമെന്റ്സ് ഇല്ലെങ്കിൽ എന്താണ്, ഇതൊക്കെ ഒരു വോയിഡ് ആവും, വോയിഡബിൾ ആവും. വോയിഡബിൾ എന്ന് പറഞ്ഞാൽ, വോയിഡ് എന്ന് പറഞ്ഞാൽ ഫ്രം എന്താണ്, നോട്ട് വാലിഡ് ഫ്രം സ്റ്റാർട്ടിങ് ഇറ്റ്സെൽഫ്. ഈ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയ സമയം തൊട്ട് അത് വാലിഡ് അല്ല. വോയിഡബിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു കോൺട്രാക്ട് നമ്മൾ തുടങ്ങുന്ന സമയത്ത് അത് വാലിഡ് ആവും, പക്ഷെ ഒരു അൺസർട്ടൻ ഇവന്റ് കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തെറ്റ് കൊണ്ടോ കാരണം അത് വോയിഡബിൾ ആയി മാറുന്നതാണ് ഇത് പറയുന്നത്. വോയിഡും വോയിഡബിളിന്റെയും അത് ഓക്കെ ആണോ? നമുക്ക് നെക്സ്റ്റിലേക്ക് പോകുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ പറയണേ. നമുക്ക് ഇതിലേക്ക് നെക്സ്റ്റ് പോകുന്ന പറഞ്ഞാല് സെക്ഷൻ 11. നമുക്ക് 11 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹു ആർ കോമ്പറ്റന്റ് ടു കോൺട്രാക്ട്. ഒരു കോൺട്രാക്റ്റിൽ അകപ്പെടണമെങ്കിൽ ആർക്കൊക്കെ പറ്റും, കോമ്പറ്റൻസി ഓഫ് പാർട്ടീസ്, ഏതൊക്കെ പാർട്ടീസിന് ഒരു കോൺട്രാക്റ്റിൽ എന്താണ് പെടാൻ പറ്റുന്നതാണ് ഇതിൽ പറയുന്നത്. അപ്പം അക്കോർഡിംഗ് ടു സെക്ഷൻ 11 പ്രകാരം ആർക്കൊക്കെ നമുക്ക് ഒരു കോൺട്രാക്റ്റിലേക്ക് അകപ്പെടാം? ഹാസ് അറ്റൈൻ ദ ഏജ് ഓഫ് മെജോറിറ്റി. നമ്മുടെ ഈ ഒരു മെജോറിറ്റി നമ്മുടെ സിറ്റിസൺഷിപ്പ് ആക്ട് പ്രകാരം പണ്ടേ മെജോറിറ്റി ഇത് 18 ഏജ് ആണ്. നമ്മുടെ ഒരു മെജോറിറ്റി അറ്റൈൻ ചെയ്യണമെങ്കിൽ ഒരാള് ഒരു 18 ഏജ് പൂർത്തിയാവണം. അപ്പം 18 വയസ്സ് പൂർത്തിയായ ഒരാൾക്കാണ് എന്താണ് കോൺട്രാക്റ്റിൽ അകപ്പെടാൻ പറ്റുക. രണ്ടാമത്തെ പോയിന്റ് ആണ് ഈസ് ഓഫ് സൗണ്ട് മൈൻഡ്. അയാള് എന്താണ് ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിൽ, മീൻസ് ഒരു ബുദ്ധി വൈകാലികം ഇല്ലാത്ത ഒരാള്, കാരണം കറക്റ്റ് ഒരു കാര്യം പറഞ്ഞാൽ ആ ഒരു മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരാളാവണം. മൂന്നാമത്താണ് നോട്ട് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ. നമ്മുടെ ഇന്ത്യൻ ലോ പ്രകാരം അയാളെ ഒരു ഡിസ്ക്വാളിഫൈ ചെയ്യാത്ത ഒരാൾക്കാരാണ്. കാരണം നമ്മുടെ ഈ ഇന്ത്യൻ ലോയിൽ കുറച്ച് സെക്ട് ഓഫ് ആൾക്കാരെ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് ഫ്രം ഇൻ ടു കോൺട്രാക്ട്. ഒരു കോൺട്രാക്റ്റിൽ അകപ്പെടാൻ ഇത്ര ആൾക്ക് ഇന്നാൾക്ക് പറ്റില്ല എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു 3 ടൈപ്പ് ഓഫ് ഈ ഒരു 3 പോയിന്റ്സിൽ ഇല്ലാത്ത ആൾക്കാർക്ക് മാത്രം എന്താണ്, അല്ലെങ്കിൽ ഇത് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ
കോൺട്രാക്റ്റിൽ അകപ്പെടാൻ പറ്റും. അപ്പൊ ഒന്നാണ് ഹു ഹാസ് അറ്റൈൻ ദ ഏജ് ഓഫ് മെജോറിറ്റി. ഒന്നെങ്കിൽ അദ്ദേഹം എന്താണ് 18 വയസ്സ് പൂർത്തിയാവണം, അദ്ദേഹം സൗണ്ട് മൈൻഡ് ആവണം, പിന്നെ എന്താണ് നമ്മുടെ ലോവൈ ഡിസ്ക്വാളിഫൈഡ് ആവരുത്. അപ്പൊ ഈ ഒരു കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്കൊരു കോൺട്രാക്റ്റിലേക്ക് അകപ്പെടാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്താണ് പോയിന്റ്സ് അൺസാറ്റിസ്ഫൈഡ് ആണ്, മിസ്സിംഗ് ആണെങ്കിൽ എന്താണ് ഒന്നുകിൽ അത് വോയിഡബിളോ അല്ലെങ്കിൽ അത് എന്താണ് നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ ആണത്? മേ മൂവ് ടു നെക്സ്റ്റ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ആർക്കൊക്കെ പറ്റും, ഇവിടെ പറ്റില്ല എന്നാണ് ഇതിൽ പറയുന്നത്. ഇപ്പൊ 3 കാറ്റഗറീസ് ഓഫ് പേഴ്സൺസിന് ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ അകപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം അതിൽ മെജോറിറ്റി അറ്റൻഡ് ചെയ്ത ആൾക്കാർക്ക് പറ്റുന്ന പറഞ്ഞാൽ എന്തായിരിക്കും? മൈനേഴ്സിന് പറ്റില്ല. മീൻസ് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഒരു കോൺട്രാക്റ്റിൽ അകപ്പെടാൻ പറ്റില്ല. രണ്ടാമത്തേതായിരിക്കും പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ്. നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഒരു കാര്യം മനസ്സിലാവാതെ അല്ലെങ്കിൽ ബുദ്ധി വികലാംഗമുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ലൂസിഡ് ഇന്റർവെൽസ് വരുന്ന ആൾക്കാർക്ക് എന്താണ് കോൺട്രാക്റ്റിൽ അകപ്പെടാൻ പറ്റില്ല. മൂന്നാമത്തേതാണ് പേഴ്സൺ ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ. നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം ഡിസ്ക്വാളിഫൈ ചെയ്ത ഒരാൾക്കും എന്താണ് കോൺട്രാക്റ്റിൽ അകപ്പെടാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു പോയിന്റ്സ് ഒക്കെ വണ്ടെന്ന് പറഞ്ഞാല് നമ്മുടെ ഓരോ ആൾക്കാരെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. ഇതൊക്കെ അറിഞ്ഞു വെച്ച് കുറെ ആൾക്കാര് മറ്റുള്ളവർ എക്സ്പ്ലോയിറ്റ് ചെയ്യും. ഇപ്പം മൈനേഴ്സ് ആണെന്ന് അറിഞ്ഞിട്ടും അല്ലെങ്കിൽ വേറെ ഒന്ന് അറിഞ്ഞിട്ടും അവരുടെ ആ ഒരു പണം തട്ടും, അങ്ങനെ ഒരു രീതിയിൽ എക്സ്പ്ലോയിറ്റേഷൻ വരുന്നതിന് എന്താണ് അതിനെതിരെ ആയിട്ടാണ് ഇതുപോലത്തെ കുറെ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ നമുക്കിനി ഓരോന്നായിട്ട് ഡിഫൈൻ ചെയ്ത് പഠിക്കാം. ഫസ്റ്റ് വൺ ഈസ് മൈനർ. മൈനർ എന്താന്ന് പറഞ്ഞല്ലോ, 18 വയസ്സിന് താഴെയുള്ള എല്ലാവരും മൈനർ ആണ്. സെക്ഷൻ 11 അത് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ മെജോറിറ്റി ആക്ട് പ്രകാരം, ഇന്ത്യൻ മെജോറിറ്റി ആക്ട് 1875 പ്രകാരം 18 വയസ്സിന് താഴെയുള്ള എല്ലാവരും എന്താണ് മൈനർ ആണ്. അപ്പൊ ഇതിൽ പറയുന്നതാണ് കീ റൂൾസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോ 3 നോക്കുകയാണെങ്കിൽ മൈനേഴ്സ് എഗ്രിമെന്റ് ഈസ് വോയിഡ് അബ് ഇനീഷ്യോ. വോയിഡ് അബ് ഇനീഷ്യോ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റേജ് ഇറ്റ്സെൽഫ് അത് വോയിഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് ആ ഒരു ഇത് ഓരോരുക്ക് ഒരു ഭയങ്കര ഇതിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വോയിഡ് അബ് ഇനീഷ്യോ വന്നത് ഏതാണ്? വോയിഡ് അബ് ഇനീഷ്യോ ആയിട്ടുള്ള സെക്ഷൻ ഏതാണ്? അപ്പം മൈനസ് എഗ്രിമെന്റ് ആണ് വോയിഡ് അബ് ഇനീഷ്യോ. നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം പഠിച്ചേക്കാനുള്ളതാണ്. ഇനീഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഇനീഷ്യൽ സ്റ്റേജ് എന്ന് തന്നെ പറയും. അപ്പൊ എന്താണ് ഫ്രം ദ സ്റ്റാർട്ടിങ് ഇറ്റ്സെൽഫ്. അപ്പൊ ഫ്രം ദ സ്റ്റാർട്ടിങ് ഇറ്റ്സെൽഫ് ഇത് എന്താണ് വോയിഡ് ആണ്, മൈനസ് എഗ്രിമെന്റ് വോയിഡ് ആണ്. അപ്പൊ അതാണ് ഇതിൽ പറയുന്നത്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ മൈനർ കനോട്ട് റാറ്റിഫൈ എ കോൺട്രാക്ട് ആഫ്റ്റർ അറ്റൈനിങ് മെജോറിറ്റി. അപ്പം ഇപ്പൊ ഒരു മൈനർ അറിയാണ്ട് അദ്ദേഹം മൈനർ ആയുള്ള സമയത്ത് ഒരു കോൺട്രാക്റ്റിലേക്ക് കയറി. അപ്പൊ അദ്ദേഹം മെജോറിറ്റി അറ്റൻഡ് ചെയ്തു. 18 വയസ്സിന് ശേഷം വന്നാലും ഈ മുൻപുണ്ടായ ആ ഒരു കോൺട്രാക്റ്റും കൊണ്ട് അദ്ദേഹത്തിന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഒന്നുകിൽ ഈ കോൺട്രാക്ട് ഇവിടുന്ന് ഡിസോൾവ് ചെയ്തിട്ട് പുതിയ ഒരു കോൺട്രാക്ട്, ഒരു ഫ്രഷ് കോൺട്രാക്ട് മേക്ക് ചെയ്യാനേ പറ്റുള്ളൂ. അല്ലാണ്ട് കഴിഞ്ഞു പോയ സമയത്ത് മീൻസ് മൈനർ ആയുള്ള സമയത്ത് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു കോൺട്രാക്റ്റിൽ അദ്ദേഹം മെജോറിറ്റി അറ്റൈൻ ചെയ്താലും അദ്ദേഹത്തിന് എന്താണ് അതിനൂടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടും പറ്റില്ല. പിന്നെ ഒരു ബെനിഫിഷ്യറി ആയിട്ട് മൈനറിന് പറ്റിയ അതിന്റെ ഒരു എക്സെപ്ഷൻ ആണ് മൈനർ ക്യാൻ ബി ബെനിഫിഷ്യറി ഓഫ് കോൺട്രാക്ട്. മൈനറിന്റെ ബെനിഫിഷ്യറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോൺട്രാക്ട് ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ എന്ന് പറയും. ഇപ്പം എഡ്യൂക്കേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തിന്റെ സ്കിൽസ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള കുറെ തരത്തിലുള്ള കോൺട്രാക്ട് ഒക്കെ പെടും. മേ ബി അത് എന്താണ് ഇറ്റ്സ് ബി എ പാർട്ട് ഓഫ് നമ്മുടെ ലീഗൽ ഗാർഡിയൻ ആയിരിക്കും മേ ബി നമ്മുടെ മൈനറിന്റെ റെപ്രസെന്റേറ്റീവ് വരുന്നത്. അപ്പൊ അതിന് പ്രശ്നമില്ല. ഇപ്പൊ മൈനസ് എഗ്രിമെന്റ് ഈ 3 പോയിന്റ്സ് ഒന്ന് മനസ്സിലായില്ലേ? മൈനസ് എഗ്രിമെന്റ് ഈസ് വോയിഡ് അബ് ഇനീഷ്യോ. ഈ മൈനസ് എഗ്രിമെന്റ് ഈസ് വോയിഡ് അബ് ഇനീഷ്യോ എന്ന് പറഞ്ഞ ആ ഒരു ജഡ്ജ്മെന്റ് വന്ന കേസാണ് മോഹിരി ബിബി വേഴ്സസ് ധർമ്മദാസ് ഘോഷ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിലെന്ന് പറഞ്ഞാല് നമ്മുടെ പ്ലെയിന്റിഫ് ആക്ച്വലി ധർമ്മദാസ് ഘോഷ് അല്ല, ഒരു മിനിറ്റ്. ഇതിലെന്താന്ന് വെച്ചാല് നമ്മുടെ ഒരു മൈനർ തന്റെ വയസ്സെന്താണ് മറച്ചു വെച്ചില്ല. അദ്ദേഹം ഇത് ഒരാളുടെ കയ്യിൽ നിന്ന് ബ്രഹ്മദുട്ടം എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് അദ്ദേഹം എന്താണ് ഇത് പ്ലെയിന്റിഫ് ആയിട്ട് വരുന്നത് നമ്മുടെ ധർമ്മദാസ് ഘോഷ് എന്ന് പറഞ്ഞ ആളാണ് കേട്ടോ. അതാണ് നമ്മുടെ മൈനർ. മൊഹരി ബിബി ധർമ്മദാസിൽ ഇതിൽ പ്ലെയിന്റിഫ് ആണ് ധർമ്മദാസ് ഘോഷ്, ഇതിലെ ഡിഫൻഡന്റ് ആണ് മോഹിരി ബിബി. ഇതില് ബ്രഹ്മദുട്ടോ എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ നിന്നും നമ്മുടെ ധർമ്മദാസ് ഘോഷ് തന്റെ വീടിന്റെ പ്രോപ്പർട്ടി പണയം വെച്ചിട്ട് കുറച്ച് ക്യാഷ് എടുക്കുകയുണ്ടായി. പക്ഷെ ഈ സമയത്ത് ധർമ്മദാസ് ഘോഷിന് അറിയത്തില്ല അദ്ദേഹം മൈനർ ആണെന്ന്. പക്ഷെ അദ്ദേഹത്തിന്റെ ഏജന്റ് ഉണ്ട്, കേദാർനാഥ് പറഞ്ഞിട്ട് ഒരു ഏജന്റ്, അദ്ദേഹത്തിന് അറിയാം ഇയാൾ ഒരു മൈനർ ആണ്.
ഈ ഒരു സമയത്ത് എന്താണ് അങ്ങനെ ഇത് വന്ന സമയത്ത് പണം വെച്ച് പൈസ വാങ്ങി. പിന്നെയാണ് മറ്റേ ആര് ധർമ്മദാസ് ഘോഷിന്റെ അമ്മ ഇതിന്റെ റെപ്രസെന്റ് ചെയ്തിട്ട് കോടതിയിൽ പോവുകയും ധർമ്മദാസ് ഒരു മൈനർ ആണെന്നുള്ള രീതിയിൽ കേസ് കൊടുത്ത് അതുകൊണ്ട് ഈ കേസിൽ നിന്ന് ആ റീപേയ്മെന്റ് നമ്മുടെ മോർട്ട്ഗേജ് ആണ് പണയം വെച്ചത് തിരിച്ചു നൽകണമെന്ന് പറഞ്ഞുള്ള ഒരു ഇത് ആർഗ്യുമെന്റ് കൊണ്ടുപോയി. അപ്പൊ ആ സമയത്ത് എന്താണ് നമ്മുടെ ഡിഫൻഡന്റ് മോഹിരി ബീബി നമ്മുടെ ബ്രഹ്മദുട്ടോ എന്ന് പറഞ്ഞ ആൾക്കാരുടെ അദ്ദേഹത്തിന്റെ അത് മരിച്ച ശേഷം അദ്ദേഹത്തിന് റെപ്രസെന്റ് ആയിട്ട് മോഹിരി ബീബി വന്നിട്ട് പറയുകയുണ്ടായി ഇയാള് മിസ്റെപ്രസെന്റ് ചെയ്തതാണ്, ഏജന്റ് ആണ് അറിഞ്ഞത്, തങ്ങൾ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ പൈസ തിരിച്ചു വേണം എന്നാലേ കിട്ടുന്നുള്ള രീതിയിൽ കൗണ്ടർ ചെയ്ത സമയത്ത് ജഡ്ജ്മെന്റ് പറഞ്ഞതാണ് എന്താണ് മൈനർ ലാക്ക് ദ ലീഗൽ കപ്പാസിറ്റി ടു കോൺട്രാക്ട്. ഒരു മൈനറിന് ഒരു കോൺട്രാക്റ്റിൽ അകപ്പെടാനുള്ള ഒരു ലീഗൽ കപ്പാസിറ്റി ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ ആ ഒരു അഗ്രിമെന്റ് വോയിഡ് ആയിരിക്കും. അപ്പൊ ഇതൊരു ലാൻഡ്മാർക്ക് ജഡ്ജ് കേസാണ്. ഇപ്പോഴും ഇനി ഓരോ പഠിക്കുന്ന സമയത്തും കോൺട്രാക്റ്റിനെ പറ്റി പഠിക്കുന്ന സമയത്തും ഒരു മൈനസ് കോൺട്രാക്റ്റിൽ ഏറ്റവും ബേസിക് ഇമ്പോർട്ടന്റ് അല്ല ജഡ്ജ്മെന്റൽ കേസാണ്, ഇമ്പോർട്ടന്റ് കേസാണ് മോഹിരി ബിബി വേഴ്സസ് ധർമ്മദാസ് ഘോഷ്. അപ്പൊ ഈ ഒരു കേസ് പറയുന്ന പറഞ്ഞാല് പ്ലെയിന്റിഫ് ആയിട്ടുള്ള ധർമ്മദാസ് ഘോഷ് ഈ ഒരു ആളെയും നമ്മളെ ഡിഫൻഡന്റെ കയ്യിൽ നിന്ന് പണയം വെച്ച് പ്രോപ്പർട്ടി പണയം വെച്ച് പൈസ വാങ്ങുന്നുണ്ട്. അപ്പൊ അതിനുശേഷം ഈ ഒരു പ്ലെയിന്റിഫിന്റെ അമ്മ ഇങ്ങനെ പറ്റില്ല, ഇതൊരു മൈനർ ആണ്, മൈനറിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ വാങ്ങാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ കേസ് കൊടുക്കുന്നു. അതിനുശേഷം മിസ്റെപ്രസെന്റ് ആണ് ഈ ഒരു രീതിയിൽ എന്താണ് അവർക്ക് അറിയില്ല ഇയാളുടെ മൈനറിന്റെ വയസ്സ് ഇത്രയായിരുന്നു എന്നുള്ള രീതിയിൽ അങ്ങനെ പോകുമ്പോൾ ജഡ്ജ്മെന്റ് പറയുന്നു എന്താണ് ഒരു മൈനറിന്റെ അടുത്തുനിന്ന് നമുക്ക് ഒരു ലീഗൽ കപ്പാസിറ്റി ഇല്ല, അതുകൊണ്ട് തന്നെ എന്താ ഈ ഒരു പൈസ തിരിച്ചു കൊടുക്കാൻ മൈനർ ഈസ് നോട്ട് റിക്വയർഡ് ടു പ്രീപേ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു കേസിലൂടെയാണ് നമ്മുടെ മൈനർ എന്താണ് കപ്പാസിറ്റി ഒരു കോമ്പറ്റൻസി അല്ലാന്ന് തെളിയുന്നത്. ഓക്കെ, അപ്പം ഇതിൽ നിന്നാണ് വോയിഡ് അബ് ഇനീഷ്യോ എന്നുള്ള ആ ഒരു ടേം ഉദിച്ചത് ഈ ഒരു മൊഹിരി വേഴ്സസ് ധർമ്മദാസ് ഘോഷ് എന്നുള്ള ഒരു ഇത് കേസ് എന്നാണ്. എ കോൺട്രാക്ട് വിത്ത് മൈനർ ഈസ് വോയിഡ് അബ് ഇനീഷ്യോ ഫ്രം ഇനീഷ്യൽ സ്റ്റേജ് ഇറ്റ്സെൽഫ്. ഒരു കോൺട്രാക്ട് ഒരു മൈനറുമായിട്ടുള്ള കോൺട്രാക്ട് എന്താണ് വോയിഡ് ആണ്. ഓക്കെ അല്ലേ? നമുക്ക് അടുത്തേക്ക് മൂവ് ചെയ്തല്ലോ. ആരെങ്കിലും ഒന്ന് വോയിസ് ഓൺ ആക്കിയിട്ട്. ഹലോ, ഓക്കെ. അടുത്തതാണ് പേഴ്സൺ ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ ഒരു ഇതിൽ ഇന്ന ആൾക്കാർക്ക് കോൺട്രാക്റ്റിൽ അകപ്പെടാൻ പറ്റില്ല എന്ന് ഓൾറെഡി പറഞ്ഞു. കുറച്ച് ലീഗൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പൊ അതിൽ ഓരോ ആൾക്കാരാണ്. ഒന്നാണ് ഏലിയൻ എനിമീസ്. ഏലിയൻ എനിമീസ് വെച്ചാൽ ഇപ്പൊ നമ്മുടെ കൺട്രി വേറൊരു കൺട്രിയുമായിട്ട് ഒരു യുദ്ധത്തിൽ ഏർപ്പെടുക എന്ന് വിചാരിച്ചു. അപ്പൊ ആ സമയത്ത് ആ യുദ്ധത്തിൽ ഏർപ്പെട്ട നമ്മുടെ എനിമി ആയിട്ടുള്ള കൺട്രിയുടെ സിറ്റിസൺ ആയിട്ട് നമുക്ക് എന്താണ് ഒരു കോൺട്രാക്റ്റിൽ അകപ്പെടാൻ പറ്റില്ല. അതാണ് ഒന്നാമത്തെ ആള് ഏലിയൻ എനിമി. രണ്ടാമത്തതാണ് ഇൻസോൾവെന്റ്, ബാങ്ക്രപ്റ്റ് ആയിപ്പോയ ആൾക്കാർ. ഇപ്പം ഒരു കയ്യിൽ ഒരു പൈസ ഇല്ലാണ്ട് ബാങ്ക്രപ്റ്റ് ആയി പോയ ഒരാളോട് നമുക്ക് എന്താണ് ഒരു കോൺട്രാക്റ്റിൽ അകപ്പെടാൻ പറ്റില്ല. കാരണം എന്തെങ്കിലും നഷ്ടം വെച്ച് ആ ഒരു കോമ്പൻസേഷന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഇതാക്കാൻ പറ്റില്ല. അപ്പൊ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ എന്താണ് നമ്മുടെ ബാങ്കോ അല്ലെങ്കിൽ നമ്മുടെ കോർട്ട് അത് അദ്ദേഹത്തിന്റെ എല്ലാ സംഭവം എന്താ ഇത് കണ്ടുകെട്ടുക എന്നൊക്കെ പറഞ്ഞില്ല, കണ്ടുകെട്ടി ഇതാക്കുക. അപ്പം എങ്ങാനും ഇപ്പം ഇതുണ്ടായാൽ തന്നെ ഒരു കോൺട്രാക്റ്റിൽ അകപ്പെട്ടാൽ തന്നെ അദ്ദേഹത്തിന് തിരിച്ചടക്കാൻ ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഇൻസോൾവൻസ് ആയിട്ടുള്ള ആൾക്കാർ, ബാങ്ക്രപ്റ്റ് ആയിട്ടുള്ള ഒരാളുടെ എന്താണ് കോൺട്രാക്റ്റിൽ അകപ്പെടാൻ പാടില്ല എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് കൺവിക്സ്. ഓൾറെഡി ഒരു കേസിൽ അകപ്പെട്ട ആൾ അല്ലെങ്കിൽ ഇപ്പോൾ ജയിലിൽ ഉള്ള ഒരാൾക്ക് കോൺട്രാക്റ്റിൽ അകപ്പെടാൻ പറ്റില്ല. അദ്ദേഹത്തിന് ജയിൽ മോചിതമായതിനു ശേഷം അകപ്പെടാൻ പറ്റും. ഇപ്പം ഇൻ കേസ് ഇപ്പം അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി വിൽക്കാണ്. ഇപ്പം ജയിലിൽ കഴിയുന്ന ഒരാളുടെ പ്രോപ്പർട്ടി വിൽക്കാൻ അദ്ദേഹം ഒരാളുടെ പേരിലുള്ള പ്രോപ്പർട്ടി അയക്കിനെ വിൽക്കണം. അപ്പൊ ആ ഒരു സമയത്ത് വിൽക്കാൻ എന്നുള്ള രീതിയിലുള്ള ഒരു അഗ്രിമെന്റ് ഒരിക്കലും പറ്റില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് ജയിലിൽ കഴിയുന്ന ഒരാൾക്ക് പ്രോപ്പർട്ടി, തന്റെ പ്രോപ്പർട്ടി, അത് തന്റെ പേരിലുള്ള ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ താൻ ഭാഗമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി വിൽക്കാൻ പറ്റില്ല. വൺസ് മേ ബി അദ്ദേഹം ഒന്നെങ്കിൽ ജയിൽ മോചിതനായതിനു ശേഷം മാത്രമേ അദ്ദേഹത്തിന് അത് വിൽക്കാൻ പറ്റൂ. അതാണ് ഡിപ്ലോമേറ്റ്സ് ഓഫ് ഫോറിൻ സോവനീസ്. അല്ലെങ്കിൽ നമ്മുടെ ഫോറിൻ ആയിട്ട് ഡിപ്ലോമേറ്റ്സ് അവർക്ക് കുറച്ചും കൂടി ഇതൊരു പ്രിവിലേജസ് കൊടുക്കും. നമുക്ക് ഒരിക്കലും അവരോട് ഫോറിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി ഹയർ പൊസിഷനിലുള്ള ആൾക്കാരോട് ഡിപ്ലോമാറ്റ്സ് അല്ലെങ്കിൽ ഫോറിൻ സോവനീസ് ആയ ആൾക്കാരോട് നമുക്ക് ഒരു കോൺട്രാക്ട് അകപ്പെടാൻ പറ്റില്ല. അപ്പൊ ഇതാണ് പറയുന്നത്.
അപ്പൊ ഇനി ഈ ഒരു ഫോറിൻ സോവനിങ്സ് ആൻഡ് ഡിപ്ലോമാറ്റ്സിന്റെ എതിരെ എങ്ങാനും ഒരു കോൺട്രാക്ട് വന്ന് ഒരു ഇതായാൽ തന്നെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഇപ്പൊ അവർക്കെതിരെ ഒരു കേസ് എടുക്കാൻ ആക്ച്വലി നമുക്ക് പറ്റില്ല, ഡയറക്റ്റ് ഒരു കേസ് എടുക്കാൻ പറ്റില്ല. ഇൻ കേസ് കേസ് എടുക്കാൻ വേണമെങ്കിൽ തന്നെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ പെർമിഷൻ ഒക്കെ വേണം. അപ്പൊ അത്രയും കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള രീതിയിലേക്ക് പോകും. അതുകൊണ്ടാണ് ഇതെന്താണ് ഈ ഒരു ഫോറിൻ സോവനീസ് അല്ലെങ്കിൽ ഡിപ്ലോമാറ്റ്സിനോട് ഒരു കോൺട്രാക്റ്റിൽ അകപ്പെടരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? അടുത്തയിലേക്ക് പോവാണ്. നെക്സ്റ്റ് പറയുന്നതാണ് സെക്ഷൻ 12 ആണ്. സെക്ഷൻ 12 പറയുന്നതാണ് സൗണ്ട് മൈൻഡ്. ആരൊക്കെയാണ് സൗണ്ട് മൈൻഡ് അല്ലെങ്കിൽ ഏത് പേഴ്സൺ ആണ് സൗണ്ട് മൈൻഡ്? എ പേഴ്സൺ ഈസ് സെറ്റ് ടു ബി സൗണ്ട് മൈൻഡ് ഇഫ് ഹി അണ്ടർസ്റ്റാൻഡ് ദ കോൺട്രാക്ട്. നമ്മളൊരു കോൺട്രാക്ട് ഉണ്ടാക്കിയാൽ എന്താണ് ആ കോൺട്രാക്ടിന്റെ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളാണ് ആര്? സൗണ്ട് മൈൻഡ്. അല്ലെങ്കിൽ can form a rational judgment about its effects on his interests. അദ്ദേഹത്തിന്റെ താല്പര്യങ്ങളെ പറ്റി അല്ലെങ്കിൽ ആ ഒരു ഫ്യൂച്ചറിനെ പറ്റി കറക്റ്റ് ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളാണ് സൗണ്ട് മൈൻഡ്. അപ്പൊ ഇതിന്റെ ഒരു ക്രൂഷ്യൽ ഫാക്ടർ ആണ് എന്താണ് ആ ഒരു നമ്മുടെ ഈ ഒരു കോൺട്രാക്ട് ഉണ്ടാക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മെന്റൽ കപ്പാസിറ്റി എന്തായിരിക്കും. നമ്മൾ ആ ഒരു കോൺട്രാക്റ്റിൽ അകപ്പെടുന്ന സമയത്ത് എന്താണ് അദ്ദേഹം സൗണ്ട് മൈൻഡ് ആവണം. അപ്പം എന്താണ് ഒരു നോർമലി ലൂസിഡ് ഇന്റർവെൽസിൽ അല്ലെങ്കിൽ നോർമൽ ലൂസിഡ് ഇന്റർവെൽസിൽ ഇങ്ങനെ അൺസൗണ്ട് മൈൻഡ് ആൾക്കാരുണ്ട്. അപ്പം എല്ലാ സമയത്തും ആ ഒരുപോലെ ഒരു ഇത് ബുദ്ധി ഇതില്ലാണ്ട് കുറച്ച് ഒരു ലൂസിഡ് ഇന്റർവെൽസിൽ സ്വയം ബോധം വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് ആ ഒരു കോൺട്രാക്ട് ഉണ്ടായ സമയത്ത് എന്താണ് ബോധം ഉണ്ടെങ്കിൽ അവർക്ക് ആ സമയത്ത് ക്ലാസ് എടുക്കാൻ പറ്റും. പക്ഷെ അതെന്താണ് പിന്നെ അതിന് ശേഷം ഒരു കേസ് വന്നാൽ ഷുഡ് പ്രൂവ് ദാറ്റ് അത് ലൂസിഡ് ഇന്റർവെൽ ടൈമിൽ തനിക്ക് ബോധം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ തനിക്ക് ബോധം ഉണ്ടായിരുന്നില്ല. അപ്പൊ ബേർഡൻ ഓഫ് പ്രൂഫ് എപ്പോഴും അദ്ദേഹത്തിന്റെ മേലെ ആയിരിക്കും. ഓക്കെ, ഇത് മനസ്സിലായില്ലേ? സെക്ഷൻ 12 സൗണ്ട് മൈൻഡിനെ പറ്റി പറയുന്നത്. സൗണ്ട് മൈൻഡ് എന്ന് പറഞ്ഞാല് നമുക്കൊരാൾക്ക് എന്താണ് ഒരു കോൺട്രാക്ട് നമുക്ക് ഇടുന്ന സമയത്ത് ആ കോൺട്രാക്റ്റിനെ പറ്റി നല്ല രീതിയിൽ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് മനസ്സിലാക്കാൻ പറ്റുന്ന ആളായിരിക്കും സൗണ്ട് മൈൻഡ്. ഓക്കെ, അടുത്തയിലേക്ക് പോവാണേ. അപ്പൊ എന്താണ് സൗണ്ട് മൈൻഡ് പറഞ്ഞപ്പോൾ അടുത്തത് എന്താണ് അൺസൗണ്ട് മൈൻഡ്. ആരൊക്കെയാണ് പെർമനന്റ് മെന്റൽ കപ്പാസിറ്റി ഫ്രം ബർത്ത്. ജനന സമയം തൊട്ട് തന്നെ എന്താണ് ബുദ്ധിരഹിതമായിട്ടുള്ള ആൾക്കാരുണ്ട്. നമുക്ക് അവരോട് ഒരിക്കലും എന്താണ് കോൺട്രാക്റ്റിൽ അകപ്പെടാനില്ല. കാരണം ജനന സമയം മുതലേ ബുദ്ധിരഹിതമായ ആൾക്കാരോട് നമ്മൾ ഒരിക്കലും അവർക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് മനസ്സിലാക്കാൻ പറ്റില്ല, എഴുത്തും വായന അറിയാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ഒരാൾക്കാരോട് നമുക്ക് എന്താണ് കോൺട്രാക്റ്റിൽ അകപ്പെടാൻ പറ്റില്ല. പിന്നെയാണ് ലൂണാറ്റിക്സ്. ഞാൻ പറഞ്ഞില്ലേ ലൂസിഡ് ഇന്റർവെൽസിൽ ഓരോ സ്പെസിഫിക് ടൈമിൽ മാത്രം എന്താണ് ഇങ്ങനെ ഒരു അൺസോൺ മൈൻഡിലേക്ക് വരുന്ന ആൾക്കാരുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് എന്താണ് പക്ഷെ അവരോട് പറ്റും, നമുക്ക് വാലിഡ് ആണ്. നമുക്ക് അടിയിൽ പറയുന്നത് ഡ്യൂറിങ് ഇൻസാനിറ്റി ടൈമിലാണ് വോയിഡ് ആവുക. ഡ്യൂറിങ് ലൂസിഡ് ഇന്റർവെല്ലില് ഓക്കെ ആണെങ്കിൽ എന്താണ് വാലിഡ് ആണ്. അപ്പം അദ്ദേഹത്തിന് പക്ഷെ ഇനി ഒരു പ്രശ്നം വന്നാൽ ഹി ഷുഡ് പ്രൂവ് ദാറ്റ് ബേർഡൻ ഓഫ് പ്രൂഫ് അദ്ദേഹത്തിന്റെ മേൽ തന്നെയാണ് ഉള്ളത്. അദ്ദേഹം നോർമൽ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു കോൺട്രാക്റ്റിൽ അകപ്പെടുന്നതിന് പ്രശ്നമില്ല. ബട്ട് ഒരാള് ജനനം മുതൽ ഒരു പെർമനന്റ് മെന്റൽ ഇൻകപ്പാസിറ്റി ആ ഒരു എന്താണ് ബുദ്ധിരഹിതമായിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്ക് ഒരിക്കലും അയാളുടെ കൂടെ എന്താണ് ഒരു കോൺട്രാക്റ്റിൽ അകപ്പെടാൻ പറ്റില്ല. മൂന്നാമത്തതാണ് ഇൻടോക്സിക്കേറ്റഡ് പേഴ്സൺസ്. എങ്ങാനും നമ്മൾ എന്താണ് ഒന്നെങ്കിൽ മദ്യപാനിയോ അല്ലെങ്കിൽ മയക്കുമരുന്ന് യൂസ് ചെയ്തിട്ട് അങ്ങനെ ഒരു ഇൻടോക്സിക്കേറ്റഡ് ഒരു പേഴ്സൺ, കാരണം അവർക്കുള്ളിൽ ആ ഒരു ഇത് വന്ന സമയത്ത് പുറത്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഓൾറെഡി പറഞ്ഞു സൗണ്ട് മൈൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആൻഡ് കോൺട്രാക്ട് കറക്റ്റ്ലി രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളാണ്. അപ്പൊ ഈ ഒരു ഇൻടോക്സിക്കേറ്റഡ് പേഴ്സൺ ഈ ഒരു ഇൻടോക്സിക്കേറ്റഡ് ആയാൽ എന്താണ് കാപ്പബിൾ ആവില്ല ഈ ഒരു ആൽക്കഹോൾ ഡ്രഗ്സിന്റെ ആ ഒരു ഇതുകൊണ്ട് ഈ ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റി ആയിരിക്കില്ല എന്താ കോൺട്രാക്റ്റിനെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇൻടോക്സിക്കേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസിനോട് നമുക്ക് എന്താണ് ഒരു അൺസൗണ്ട് മൈൻഡ് ആണ്, അദ്ദേഹത്തിന് ഒരു കോൺട്രാക്റ്റിൽ അകപ്പെടാൻ പറ്റില്ല. അടുത്തയിലേക്ക് ഓക്കെ അല്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പപ്പോ ചോദിച്ചോട്ടോ, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ അപ്പൊ തന്നെ പറഞ്ഞാൽ മതി. നെക്സ്റ്റ് ആണ് കൺസെന്റ്. നമ്മൾ കൺസെന്റ് ആണ് ഡിഫൈൻ ചെയ്യുന്നത്. രണ്ടോ അല്ലോ അതിൽ അധികമോ ആൾക്കാർ ഒരു കോൺട്രാക്ട് ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് എന്താണ് രണ്ട് പാർട്ടീസ് വേണമല്ലോ. അപ്പം ഒരു കോൺട്രാക്റ്റിൽ രണ്ടോ അതോ അതിൽ അധികമോ ഉള്ള ആൾക്കാർ ഒരേ സാധനത്തെ പറ്റി സെയിം തിങ്ങിനെ പറ്റി അത് സെയിം സെൻസിൽ അഗ്രി ചെയ്യണം. അപ്പൊ ആ ഒരു പ്രിൻസിപ്പിൾ ആണ് കൺസെൻസസ് അറ്റ് ഇഡം, മീൻസ് മീറ്റിംഗ് ഓഫ് മൈൻഡ്സ്. രണ്ടോ അതോ അതിൽ അധികമോ ആയിട്ടുള്ള ആൾക്കാർ, നമ്മൾ ഈ കോൺട്രാക്റ്റിൽ അകപ്പെടുന്ന ആൾക്കാർ എന്താണ് ഏതിന്റെ അടിസ്ഥാനത്തിലാണ് കോൺട്രാക്ട് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് രണ്ടാളും ക്ലിയർലി എഗ്രി ചെയ്യണം. അറ്റ് ദ സെയിം തിങ്, ഒരിക്കലും മാറിപ്പോയത് അറ്റ് ദ സെയിം ടൈം. അപ്പൊ ഇന്ന് ഒരാൾക്ക് ഇതൊരു കാര്യം വെക്കുകയാണ്. ഇപ്പം എ തന്റെ ഒരു റെഡ് കാറ് ബിക്ക് കൊടുക്കുകയാണെങ്കിൽ ബി ആ റെഡ് കാർ തന്നെ വാങ്ങുകയാണെങ്കിൽ വാങ്ങാൻ തന്നെ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവിടെ ഒരു കൺസെന്റ് ഉണ്ട്.
അപ്പൊ രണ്ടാളും എന്താണ് അഗ്രിങ് അപ്പോൺ ദ സെയിം തിങ് ഇൻ ദ സെയിം സെൻസ്. അതാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ നമ്മുടെ ഒരു കൺസെന്റ്, ഒരു കോൺട്രാക്ട് വാലിഡ് ആണെങ്കിൽ അതിന്റെ മെയിൻ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യമാണ് കൺസെന്റ്. ഒരു കൺസെന്റ്, അപ്പം ഞാൻ വിൽക്കാൻ എന്താണ് എനിക്ക് ഓക്കെ ആണെന്ന് ഞാൻ തന്നെ പറയണം. അപ്പൊ ആ ഒരു ഇതില്ലെങ്കിൽ ആ ഒരു കോൺട്രാക്ട് വാലിഡ് അല്ല. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, വിത്തൗട്ട് കൺസെന്റ് ഒരു കോൺട്രാക്ട് എക്സിറ്റ് ആവുന്നില്ല. കണ്ടതോ? ഇവിടെ പറയുന്നതാണ് എ എഗ്രീസ് ടു സെൽ എ കാർ ബട്ട് ബി ബിലീവ്സ് അനദർ കാർ ഈസ് ബീങ് സോൾഡ്. ഇവിടെ ആ ഒരു കൺസെന്റ് ഇല്ല, അല്ലെങ്കിൽ മീറ്റിംഗ് ഓഫ് മൈൻഡ് ഇല്ല. ഇവിടെ ഒരാള് വേറൊരു കാറും മറ്റൊരാൾ വേറൊരു കാറിനെ പറ്റിയാണ് വിചാരിക്കുന്നത്. അപ്പൊ എന്താണ് അവിടെ ഒരു വാലിഡ് അഗ്രിമെന്റ് ആവില്ല. ഓക്കെ, ഇതാണ് കൺസെന്റ് ആണ്. കൺസെന്റ് മീൻസ് എന്താണ് രണ്ടാളും ഒരേ സാധനത്തെ പറ്റി സെയിം തിങ് അറ്റ് ദ സെയിം സെൻസിൽ അഗ്രി ചെയ്യുന്നതായിരിക്കും. ഇതിന്റെ പ്രിൻസിപ്പിൾ ആണ് കൺസെന്റ്. നമ്മൾ കൺസെന്റ് നോക്കുമ്പോൾ നമുക്ക് ഒരു പ്രിൻസിപ്പിളിലേക്ക് ഒരു ഇത് ലിങ്ക് വരാം. കൺസെൻസസ് അറ്റ് ഈഡം. കൺസെൻസസ് എന്ന് പറഞ്ഞാൽ ഒരു കൺസെന്റ് ആണ്. അറ്റ് ഈഡം മീറ്റിംഗ് ഓഫ് മൈൻഡ്സ് എന്ന് പറയും. ഓക്കെ, അടുത്തതാണ് ഫ്രീ കൺസെന്റ്. നമ്മളിപ്പം ഒരു കപ്പാസിറ്റി ഒരു കോൺട്രാക്റ്റിൽ അകപ്പെടുമ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മുടെ സ്വയം ഇഷ്ടത്തിനാണ് ഒരു കോൺട്രാക്റ്റിൽ അകപ്പെടുക. ഈ ഒരു കൺസെന്റ് ഫ്രീ ആവും എപ്പോഴോ ഒന്നെങ്കിൽ ഈസ് നോട്ട് കോൺട്രാക്ട് ഈസ് സെറ്റ് ടു ബി ഫ്രീ വെൻ ഇറ്റ് ഈസ് നോട്ട് കോസ്ഡ് ബൈ കൊയേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റെപ്രസെന്റേഷൻ ഓർ മിസ്റ്റേക്ക്. ഈ ഒരു 5 കാര്യങ്ങൾ അല്ലാണ്ട് ഒരാൾ സ്വയം സമ്മതിച്ചാണ് ഒരാൾ ഒരു കോൺട്രാക്റ്റിൽ അകപ്പെടുന്നതെങ്കിൽ എന്താണ് ഒരു കോൺട്രാക്ട് അദ്ദേഹത്തിന്റെ കൺസെന്റ് ഫ്രീ ആണ്. അപ്പം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ ഏതെങ്കിലും ഒരു പോയിന്റ്സ് ആ ഒരു കൺസെന്റിൽ ഉണ്ടെങ്കിൽ അത് ഫ്രീ കൺസെന്റ് അല്ല. ഫ്രീ കൺസെന്റ് അല്ലെങ്കിൽ എന്താണ് അത് വോയിഡബിൾ അല്ലെങ്കിൽ വോയിഡ് ആവും. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നിനെ പറ്റി കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ആയിട്ട് പഠിക്കാം. കൊയേഷൻ എന്ന് പറഞ്ഞാലാണ് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരാളെ ത്രെറ്റൻ ചെയ്യോ അല്ലെങ്കിൽ പേടിപ്പിച്ചോ നമുക്ക് മറ്റൊരാളെ എന്താണ് പേടിപ്പിച്ചുകൊണ്ട് മറ്റൊരാളെ ഒരു കോൺട്രാക്റ്റിൽ അകപ്പെടുക. അതാണ് കൊയേഷൻ ഇൻക്ലൂഡ്സ് കമ്മിറ്റിംഗ് ഓർ ത്രെറ്റനിങ് ടു കമ്മിറ്റ് ആൻ ആക്ട് ഫോർബിഡൻ ബൈ ലോ. നമ്മുടെ ലോ ഫോർബിഡൻ ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ നിർബന്ധിക്കുക. അല്ലെങ്കിൽ എന്താണ് ഒരു അൺലോഫുൾ ഡിറ്റൻഷൻ ആണ്. എന്തെങ്കിലും ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സമ്മതിക്കാൻ വേണ്ടിയിട്ടോ അദ്ദേഹത്തിന്റെ മറ്റൊരാളുടെ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ അൺലോഫുള്ളി നമ്മൾ എടുത്തു വെക്കുക, അല്ലെങ്കിൽ എന്തൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ അദ്ദേഹത്തിന് നിർബന്ധിക്കുക. ഇതൊക്കെയാണ് കൊയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിന്റെ കീ എലമെന്റ്സ് ആണെന്ന് പറയുന്നത് യൂസ് ഓഫ് ത്രെറ്റ് ഓർ ഫോഴ്സ്. അല്ലെങ്കിൽ നമ്മൾ അയാൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് പേടിപ്പിക്കുകയോ അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്യുകയോ ചെയ്യണം. അപ്പൊ അല്ലെങ്കിൽ ഒരാളുടെ ആ ഒരു എഗ്രിമെന്റിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് ഒരു ഇന്റൻഷൻ ടു ഫോഴ്സ് ചെയ്യണം. അപ്പൊ ഇതിലൊരു ഇമ്പോർട്ടന്റ് കേസ് ആണ് ചിക്കം അമ്മിരാജ് വേഴ്സസ് ചിക്കം ശേഷമ്മ എന്ന് പറയുന്നത്. ഇതിലെന്ന് പറഞ്ഞാല് നമ്മുടെ പ്ലെയിന്റിഫ് ആണ് ചിക്കം ശേഷമ്മ. ചിക്കം ശേഷമ്മയുടെ ഹസ്ബൻഡ് ആണ് ചിക്കം അമ്മിരാജു. അപ്പൊ ഈ ചിക്കം ശേഷമ്മയുടെ കയ്യിലുള്ള അവരുടെ ആ ഒരു വെൽത്ത് അദ്ദേഹത്തിന്റെ ഈ ഒരു ചിക്കം അമ്മിരാജു എന്നുള്ള അവരുടെ ഹസ്ബൻഡ് എന്താണ് സൂയിസൈഡ് ചെയ്യുന്നുള്ള ഒരു ത്രെറ്റ് ഫോഴ്സ് കൊണ്ട് അവരുടെ അവരുടെ സഹോദരങ്ങളുടെ പേരിലേക്കും കൂടി എഴുതി വെക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞ് സൂയിസൈഡ് ചെയ്യും എന്നുള്ള ഒരു ഗ്രൗണ്ട്സ് വന്നിട്ട് അവരെ ഭീഷണിപ്പെടുത്തിയാണ്. അപ്പൊ ആ ഒരു ഭീഷണിയില് മുഴങ്ങിയിട്ട് എന്താണ് ചിക്കം ശേഷമ്മ അവരുടെ ആ ഒരു വെൽത്ത് അവർക്കും കൂടി വെക്കുകയാണ്. ത്രെറ്റ് ടു കമ്മിറ്റ് സൂയിസൈഡ് വാസ് ട്രീറ്റഡ് ആസ് കൊയേഷൻ. അപ്പം നമ്മുടെ അവിടെ എന്താണ് അവിടെ ഒരു ഫ്രീ കൺസെന്റ് അല്ല ഉള്ളത്. അവിടെ ശേഷമ്മ തന്റെ സ്വയം ഇഷ്ടപ്രകാരമല്ല അദ്ദേഹത്തിന്റെ ആ ഒരു സ്വത്ത് അവർക്ക് എഴുതി കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എന്താണ് കോൺട്രാക്ട് ബിക്കംസ് വോയിഡബിൾ ആണ്. ഫസ്റ്റ്ലി ആക്ച്വലി ഈ ഒരു കോൺട്രാക്ട് വോയിഡ് ആണ്. കാരണം എന്താണ് വോയിഡ് ആൻഡ് വോയിഡബിൾ എന്ന് പറഞ്ഞാല് വോയിഡ് ഫ്രം ദ സ്റ്റാർട്ടിങ് ഇറ്റ് സെൽഫ് അതൊരു ഇതാണ് പറ്റില്ല. സ്റ്റാർട്ടിങ് ഇറ്റ് സെൽഫ് തന്നെ ഇത് വോയിഡ് ആണ്. വോയിഡബിൾ ഏതെങ്കിലും ഒരു പാർട്ടി അതിനെതിരെ വലിയുന്നുണ്ടെങ്കിൽ പോലും അത് വോയിഡബിൾ. ഇവിടെ എന്ന് പറഞ്ഞാല് ആദ്യം അവരൊരു എഗ്രിമെന്റിൽ കീറി പിന്നെ ആ ഒരു എഗ്രിമെന്റ് പറ്റില്ല എന്നുള്ള രീതിയിൽ ശേഷമ്മ പിന്നോട്ട് വരും. അപ്പൊ ആണ് വോയിഡബിൾ ആവും. ഫസ്റ്റ് അതൊരു വാലിഡ് ആയിരുന്നു, പിന്നെ ശേഷമ്മ അതിൽ നിന്ന് പിൻവാങ്ങിയപ്പോ അതെന്താണ് അതൊരു വോയിഡബിൾ കോൺട്രാക്ട് ആയി. അത് ആദ്യം വാലിഡ് ആയിരുന്നു, പിന്നെന്താണ് അവിടെ ഒരു കൊയേഷൻ വന്നു. അതുപോലെ ഒരു ഇതെന്താണ് ഒരു ഫോഴ്സ് വന്ന സമയത്ത് അദ്ദേഹം എന്താണ് നെക്സ്റ്റിലേക്ക് പോകുന്നേ. അപ്പൊ ഇതുപോലെയുള്ള ഒന്നാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന്. അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാല് ഒരു പാർട്ടി മറ്റൊരാളുടെ മേൽ ഒരു അധികാരം വെച്ച് അല്ലെങ്കിൽ ഒരു അൺഫെയർ അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു പൊസിഷൻ മിസ്യൂസ് ചെയ്യുകയാണ്. അപ്പൊ എന്താ ഏതെങ്കിലും ഒരു ഇപ്പം നമുക്കൊരു
ടീച്ചർ ആൻഡ് സ്റ്റുഡന്റ് അല്ലെങ്കിൽ വേറെങ്കിലും നല്ല രീതിയിലുള്ള ഒരു ബന്ധം, ഒരു ഡ്യൂ ഇൻഫ്ലുവൻസ് വെച്ച് മറ്റൊരാളുടെ ഒരു പെർമിഷൻ ഇല്ലാതെ അല്ലെങ്കിൽ പറഞ്ഞ് ന്യായീകരിച്ച് മറ്റൊരാൾ വേറൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുക. അതാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസിൽ പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ സിറ്റുവേഷൻ ഫോർ അൺഡ്യൂ ഇൻഫ്ലുവൻസ് പ്രസ്യൂംഡ് പറഞ്ഞിട്ട് പേരന്റ് ആൻഡ് ചൈൽഡ് ഉണ്ട്, ഡോക്ടർ ആൻഡ് പേഷ്യന്റ് ഉണ്ട്, ടീച്ചർ ആൻഡ് സ്റ്റുഡന്റ് ഉണ്ട്, സ്പിരിച്വൽ അഡ്വൈസർ ആൻഡ് ഡിസിപ്ലിൻ, ഗാർഡിയൻ ആൻഡ് വാർഡ്. ഇപ്പൊ ഈ ഒരു ഇതൊക്കെ ഇവരൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. പക്ഷെ ഇപ്പം ഒരു പാരന്റും ചൈൽഡും അപ്പൊ എന്റെ മകനാണ് എന്ന് വെച്ചിട്ട് എനിക്കൊരിക്കലും അവൻ എന്താണ് ആ ഒരു ഇൻഫ്ലുവൻസ് വെച്ചിട്ട് അവനെ പറഞ്ഞ് അവന് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിന് എനിക്കൊരിക്കലും എന്താണ് നമുക്കൊരിക്കലും സമ്മതിപ്പിക്കാൻ പറ്റില്ല. അതാണ് ഇവിടെ പറഞ്ഞത്. നമുക്ക് ഉണ്ടായ ഒരു ഡ്യൂ ഇൻഫ്ലുവൻസിന്റെ ആ ഒരു ഇത് വെച്ചിട്ട് ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഒരു പ്രിവിലേജ് വെച്ചിട്ട് അദ്ദേഹത്തിന് ഒരു തെറ്റായ കാര്യം ചെയ്യണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. അപ്പൊ എങ്ങാനും ഈ ഒരു കോൺട്രാക്ട് എന്താണ് ക്ലിയർ അല്ലെങ്കിൽ കോടതിയിൽ പോയാൽ ഇതിനൊരു ബർഡൻ ഓഫ് പ്രൂഫ്, ഇതിങ്ങനെ നടന്നതല്ല, ഇതൊരു ഫ്രീ കൺസെന്റ് ആയിട്ട് വന്നതാണ് എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ആരാ? ഒരു ഡോമിനന്റ് പാർട്ടിക്കാണ്. ഇപ്പൊ പാരന്റ് നിർബന്ധിച്ചിട്ടാണ് ചൈൽഡിനെ കൊണ്ട് ഒപ്പിടിപ്പിച്ചെങ്കിൽ ഇതിന്റെ ബർഡൻ ഓഫ് പ്രൂഫ് ആയിരിക്കാണ് പാരന്റിന്റെ മേലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഡ്യൂ ഇൻഫ്ലുവൻസ് ഇത്രേ ഉള്ളൂ. നമുക്ക് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉണ്ട് ഒരു ഡ്യൂ ഇൻഫ്ലുവൻസ്. കാരണം ഒരു ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് അത് എന്താണ് അത് മിസ്യൂസ് ചെയ്യുന്ന രീതിയിൽ തന്റെ ഒരു ആഗ്രഹത്തിനും സെൽഫിഷ്നെസ്സിനും വേണ്ടിയിട്ട് മറ്റൊരാളുടെ ആഗ്രഹം ഇല്ലാണ്ട് അദ്ദേഹത്തെ കൊണ്ട് ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റിൽ അകപ്പെടുക്കുക. അപ്പൊ അതാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. നമുക്ക് നെക്സ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ ഫ്രോഡ്. ഇവിടെ ഫ്രോഡ് പറയണമെങ്കിൽ അവിടെ എന്താണ്, ഫ്രോഡ് ഇൻവോൾവ്സ് ഇന്റൻഷണൽ ഡിസെപ്ഷൻ. ഒരു ഇന്റൻഷൻ ഉണ്ട്, എന്താണ് മറ്റൊരാളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വഞ്ചന, അദ്ദേഹത്തിന് വഞ്ചിക്കണം എന്നുള്ള ഒരു ഇന്റൻഷൻ വെച്ചുകൊണ്ടായിരിക്കും ഇത് ചെയ്യാം. അപ്പം അടുത്തത് അതിന്റെ ഓരോ ഫ്രോഡിന്റെ ഓരോ പോയിന്റ്സ് ആണ്. സജഷൻ ഓഫ് ഫാൾസ് ഫാക്ട് നോയിങ്ലി മേഡ്. ഇത് തെറ്റാണെന്ന് അദ്ദേഹത്തിന് അറിയാം, എന്നാലും പറഞ്ഞു കൊടുക്കും. തെറ്റായ കാര്യങ്ങൾ തെറ്റാണെന്ന് അറിഞ്ഞിട്ടും പറഞ്ഞു കൊടുക്കുക. അദ്ദേഹത്തിന് ഇന്റൻഷൻ ഉണ്ട്, ആ ഒരു അവര് മറ്റൊരാളെ വഞ്ചിക്കണം എന്നുള്ള ഒരു ഇന്റൻഷനിലൂടെ പറയുന്നതാണ് ഇതൊക്കെ. പിന്നെന്താണ്, ഒരു ഫാക്ട് നമുക്കൊരു ഇപ്പം തെറ്റായ ഒരു കാര്യമാണ്, അതിപ്പം അവർ ഇതാക്കാൻ വേണ്ടിയിട്ട് ഒരു കൺസീൽ ചെയ്യുക. ഇപ്പം എക്സാമ്പിൾ ഇപ്പൊ ഒരു പെയിന്റർ തന്റെ പെയിന്റിങ്ങിൽ ചെറിയ ചെറിയ ഒരു തെറ്റും തിരുത്തെന്തെങ്കിലും പ്രശ്നം വന്നാല് അവിടെ മേലൊരു പെയിന്റ് വെച്ചിട്ട് അങ്ങനെയുള്ള ഇപ്പൊ ഒരു പെയിന്ററും ഒരു സെല്ലറും അവരുടെ ഉള്ളിലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എല്ലാ സിറ്റുവേഷൻസിലും ഒരു കോൺട്രാക്ട് ഇത് എഴുതി റിട്ടേൺ അല്ലെങ്കിലും ഒരു ഇനിഷ്യൽ ഒരു കോൺട്രാക്ട് അഗ്രിമെന്റ് വരുന്നുണ്ട്. അപ്പോൾ മുമ്പ് ഒരു അഗ്രിമെന്റ് ഏതാണ്, ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ ഒരു പെയിന്റർ അദ്ദേഹത്തിന്റെ ഒരു പെയിന്റിങ് ഒരാൾക്ക് സെല്ല് ചെയ്യുമ്പോൾ അതിൽ വന്നൊരു മിസ്റ്റേക്ക് മറക്കാനായിട്ട് അതിന്റെ മേലെ ചായം പൂശിയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒരു ബിൽഡിംഗ് പെയിന്റ് ചെയ്യാൻ വന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇതിൽ വന്ന് എന്തെങ്കിലും ഒരു ബിൽഡിംഗ് ചെയ്യാൻ വന്ന ആൾക്കാർ അവിടെ അദ്ദേഹത്തിന്റെ കാരണത്താൽ ഒരു മിസ്റ്റേക്ക് വന്ന് അത് മറക്കാൻ അതിന്റെ മേലെ എന്താണ് ഇന്റൻഷനെ അദ്ദേഹത്തിനെ വഞ്ചിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യുക. അതാണ് കൺസീൽമെന്റ് ഓഫ് ഫാക്ട്സ്. മൂന്നാമതാണ് പ്രോമിസ് മെയ്ഡ് വിത്തൗട്ട് ഇന്റൻഷൻ ടു പെർഫ്യൂം. ഒന്നെങ്കിൽ അദ്ദേഹത്തിനെ പറഞ്ഞ് സമ്മതിപ്പിക്കും, ഇങ്ങനെ ചെയ്യാന്നുള്ള രീതിയിൽ ഒരു അഗ്രിമെന്റിലേക്ക് കയറ്റി. ഇപ്പൊ നീ എനിക്കൊരു ഈ ഒരു വാഹനം തന്നാൽ ഞാൻ എനിക്ക് ഇത്ര പൈസ തരാം, ഇന്ന സാധനം ചെയ്തു തരാം എന്നുള്ള രീതിയിൽ പറഞ്ഞ് ലാസ്റ്റ് അദ്ദേഹത്തിന് ഇങ്ങോട്ട് കിട്ടിയാൽ ലാസ്റ്റ് തിരിച്ച് അങ്ങോട്ട് എന്താണ് കൊടുക്കില്ല. ആ ഒരു പ്രോമിസ് തിരിച്ച് പെർഫോം ചെയ്യാത്ത ആ ഒരു ഇന്റൻഷൻ വെച്ചിട്ട് ചെയ്യുന്നത് അതൊക്കെ എന്താണ് ഫ്രോഡാണ്. എനി ആക്ട് ഫിറ്റഡ് ടു ഡിസീവ്. ഏതൊരു ആക്ടും മറ്റൊരാളെ വഞ്ചിക്കാനുണ്ടെങ്കിൽ അതെന്താണ്, അത് ഫ്രോഡാണ്. പിന്നെന്താണ്, നമ്മുടെ നിയമപ്രകാരം ഏതെങ്കിലും ഒരു കാര്യം അത് ഫ്രോഡുലന്റ് ആണെന്ന് പറഞ്ഞ് അത് മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചാലും അതും ഫ്രോഡാണ്. കാരണം ഏതൊരു കാര്യം അത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയോ ഇന്ത്യൻ ലോയില് തെറ്റാണെന്ന് പറയുന്ന കാര്യം അറിഞ്ഞുകൊണ്ട് മറ്റൊരാളെ അത് ചെയ്യിപ്പിക്കുന്നത് ഫ്രോഡാണ്. അപ്പൊ ഇതിലുള്ള ഒരു കേസാണ് ഡെറി വെസസ് പീക്ക്. അപ്പൊ ഈ ഒരു കേസിൽ എന്താണ് പീക്ക് അവരൊരു കമ്പനിയാണ്, അവര് സ്റ്റീം പവർ ഒരു ട്രാമ്പിന്റെ കമ്പനിയാണ്. അപ്പൊ അവര് സാധാരണ ഒരു ട്രാമ്പ്, പണ്ടത്തെ ട്രാമ്പ് ഒരു ഹോഴ്സ് പവറിൽ ഓടുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഈ ഒരു ഇത് പുതിയതായിട്ട് ഒരു അഡ്വർടൈസ്മെന്റ് ഇറക്കിയാണ് സ്റ്റീം പവർ കമ്പനി. അവർക്ക് എന്താണ് ഹോഴ്സ് പവറിന് പകരം ഒരു ഹോഴ്സിന് പവറും സ്റ്റീം പവർ ആയിട്ടുള്ള ഒരു ഇത് വരെയാണ്, സ്റ്റീം പവറിലൂടെ ഞങ്ങളുടെ ട്രാമ്പ് ഓടുന്നു എന്നുള്ള രീതിയിൽ ഒരു അഡ്വർടൈസ്മെന്റ് അങ്ങോട്ട് ഇറക്കിയ സമയത്ത് കുറെ ആൾക്കാർ എന്താണ് ഇത് വന്നു, കുറെ ആൾക്കാർ അവരെ സഹായിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. അങ്ങനെയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഡെറി എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത സമയത്ത് പിന്നെയാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് അവർക്ക് മനസ്സിലാവുന്നത് ഇതെന്താണ് ഇതൊരു
സ്റ്റീം പവറിന് വേണ്ടിയിട്ട് ജസ്റ്റ് അവർ അപ്ലൈ ചെയ്തതേ ഉള്ളൂ. ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു സ്റ്റീം പവറിന്റെ ആ ഒരു ഗവൺമെന്റ് അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അക്സെപ്റ്റ് ചെയ്യാത്ത പക്ഷം എന്താണ്, അത് അവർക്ക് മറ്റുള്ളവർക്ക് ആ ഒരു കമ്പനി കുറച്ച് നഷ്ടത്തിലായ സമയത്ത് ഈ ഇദ്ദേഹത്തിന്റെ ഇതൊക്കെ പോയി, അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഫുള്ളും പോയതിനു ശേഷമാണ് ഈ ഒരു കേസ് നൽകുന്നത്. അപ്പൊ എന്താണ് ഫ്രോഡ്, അപ്പം ആ ഒരു രീതിയിൽ ഫ്രോഡ്ലന്റ് ബിഹേവിയർ അവിടെ പ്രൂവൺ ചെയ്യുകയാണ്. അപ്പൊ അതാണ് പറയുന്നത്, അവിടെ ഒരു ഇന്റൻഷൻ ഉണ്ട്. കാരണം അറിഞ്ഞിട്ടും കൂടി അദ്ദേഹത്തെ അവർക്കറിയാം, ഈ ഒരു കമ്പനിക്ക് അറിയാം ഇത് കിട്ടിയില്ല, എന്നിട്ടും കൂടി ഒരു കള്ളം പറഞ്ഞ് ആൾക്കാർ ഇതിലേക്ക് വലിപ്പിച്ചിട്ടു. അപ്പൊ അതെന്താണ്, ഒരു ഫ്രോഡലന്റ് ബിഹേവിയർ ആണ്. അപ്പൊ എന്താണ് ഫ്രോഡ് എന്ന് പറയുന്നത്, മറ്റൊരാളെ ചതിക്കണം, ആ ഒരു ചതി എന്നുള്ള രീതിയിൽ, ഒരു വഞ്ചിക്കാന്നുള്ള രീതി എന്താണ്, ആ ഒരു ഇന്റൻഷൻ വേണം. അറിഞ്ഞുകൊണ്ട് വഞ്ചിക്കുകയാണെങ്കിൽ അത് ഫ്രോഡ് ആയിരിക്കും. പിന്നെ നമ്മുടെ കോൺട്രാക്ട് വോയിഡബിൾ ആണ് എന്നതാണ്. ഇത് ആദ്യം തന്നെ ഇവർ രണ്ടുള്ള ഒരു കോൺട്രാക്റ്റിൽ കയറി, പിന്നെയാണ് ഇതിൽ നിന്ന് വേറൊരാൾ എന്താണ് ഇതിൽ നിന്ന് ബാക്ക് അടിക്കപ്പോൾ എന്താണ് ഒരു വോയിഡബിൾ കോൺട്രാക്ട് മാറി. അടുത്തതാണ് മിസ്റെപ്രസെന്റേഷൻ. ഈ മിസ്റെപ്രസെന്റേഷനിൽ ആക്ച്വലി ഇന്റൻഷൻ ഉണ്ടാവില്ല, ചിലപ്പോൾ എന്തെങ്കിലും തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കും. ഇവിടെ മറ്റൊരാൾ അവരെ കൂടെയുള്ള ഒരാളെ വഞ്ചിക്കണം എന്നുള്ള ഒരു ഇന്റൻഷനോടെ ആയിരിക്കില്ല ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടാവുക. അവരെന്തെങ്കിലും ഒരു തെറ്റായ ധാരണ കൊണ്ടായിരിക്കും. അപ്പൊ എന്തൊക്കെയുണ്ട്, പോസിറ്റീവ് അസോർട്ടേഷൻ വിത്തൗട്ട് റീസണബിൾ ഗ്രൗണ്ട്. അവരും സത്യമാണെന്ന് വിചാരിച്ച ഒരു സാധനം പറയുക, ആക്ച്വലി എന്താണ് അത് തെറ്റായി മാറുകയുണ്ട്. അപ്പം എന്താണ് അവരും വിചാരിച്ചു, അവർ വിചാരിക്കുന്നത് ഇത് ശരിയായ കാര്യം എന്ന് പറഞ്ഞിട്ട് മറ്റൊരാള് പറഞ്ഞ അയാൾ ഒരു ഇതിൽ കയറി, അഗ്രിമെന്റിൽ കയറി, അവസാനം അത് തെറ്റാണെന്ന് പറഞ്ഞാൽ എന്താണ് അത് ഇതായി. കാരണം അതൊരു മിസ്റെപ്രസെന്റേഷൻ ആണ്. കാരണം അവിടെ ഇന്റൻഷൻ ആക്ച്വലി ഉണ്ടാവില്ല, ഒരാളെ വഞ്ചിക്കണം എന്നുള്ള ഇന്റൻഷൻ ഉണ്ടാവില്ല, പക്ഷെ അവിടെ എന്താണ് ഒരു ഫാൾസ് സ്റ്റേറ്റ്മെന്റ് വന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു താൻ ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ, ഇപ്പം അദ്ദേഹം ചെയ്യേണ്ട ഒരു കാര്യമായിരിക്കും ഒരു ഡ്യൂട്ടി, പക്ഷെ അത് ചെയ്യുകയോ അല്ലെങ്കിൽ ചെയ്യാണ്ടിരുന്നിട്ടോ മറ്റൊരാളെ എന്താണ് ഒരു അപകടത്തിൽ പെടുത്തുക. അവിടെ ഇന്റൻഷൻ ഉണ്ടാവില്ല, ഇദ്ദേഹത്തിന്റെ ആ ഒരു തെറ്റിദ്ധാരണ അല്ലാണ്ട് ചെയ്യാൻ കഴിയാത്തൊരു അവസ്ഥ കാരണമായിരിക്കും മറ്റൊരാളെയും കൂടി ആ ഒരു ഇതിൽ ഇതായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ കോസിങ് എ പാർട്ടി ടു മേക്ക് എ മിസ്റ്റേക്ക് അബൌട്ട് സബ്ജക്ട് മാറ്റർ. അപ്പം ഏതൊരു സബ്ജക്ട് വന്നിട്ട് എന്താണ് അത് അവർക്ക് അറിയത്തില്ലാത്തൊരു സംഭവം ശരിയാണെന്ന് വിചാരിച്ച് ആ ഒരു പാർട്ടീനെ മിസ്റ്റേക്കിലേക്ക് ആക്കിപ്പെട്ടു. ഇത് സംഭവം അത് തെറ്റാണെന്ന് അവർക്കും അറിയില്ല. അപ്പൊ ഇതിലെല്ലാം മിസ്റെപ്രസെന്റേഷൻ മറ്റേ ഫ്രോഡ് എന്നുള്ള ഒരു ഡിഫറൻസ് എന്താന്ന് പറഞ്ഞാൽ, ഫ്രോഡ് ഡിസീവ് ചെയ്യാനുള്ള ഒരു ഇന്റൻഷൻ ഉണ്ട്, ഇവിടെ ഇന്റൻഷൻ ഇല്ല. ഇവിടെ ഒരു ഫാൾസ് സ്റ്റേറ്റ്മെന്റ്, അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണ കൊണ്ട് അവിടെ ഒരു ഇത് വന്നു എന്നുള്ളൂ. ഇതാണ് പറയുന്നത് കോൺട്രാക്ട് ബിക്കംസ് വോയിഡബിൾ ബട്ട് ഡാമേജസ് ആർ യൂഷ്വലി അവോയ്ഡഡ് നോട്ട് അവോയ്ഡഡ് അൺലെസ് ഫ്രോഡ് എക്സിസ്റ്റ്. ഇവിടെ എന്താണ് നമുക്കൊരു കോമ്പൻസേഷൻ ഇല്ല ആക്ച്വലി. ആ ഒരു ഫ്രോഡ്, ആ ഒരു ഇന്റൻഷൻ ടു ഡിസീവ്, അവിടെ അറിഞ്ഞുകൊണ്ട് വഞ്ചന അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചതിക്കുക എന്നുള്ള ഒരു ഗ്രൗണ്ട്സ് വരാണ്ട് എന്താണ് ഡാമേജൻസ് യൂഷ്വലി അവോയ്ഡ് ചെയ്യുന്നില്ല. അതാണ് മിസ്റെപ്രസെന്റേഷനും ഫ്രോഡും തമ്മിലുള്ള വ്യത്യാസം. ഒന്നുമില്ല, ഫ്രോഡ് എന്ന് പറഞ്ഞാല് അറിഞ്ഞുകൊണ്ട് വഞ്ചിക്കുക. അപ്പം ഒരാൾ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റിലേക്ക് ഉന്തി വിടുക, അതാണ് ഫ്രോഡും. അറിയാണ്ട് ഒരാൾ എന്താണ് തനിക്കും അങ്ങനെ അറിയത്തുള്ളൂ, കാരണം താനും വിചാരിച്ചത് ശരിയാണെന്ന് വിചാരിച്ചിട്ട് അയാളെയും കൂടി സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് വിടാം. അപ്പൊ അടുത്തതാണ് സെക്ഷൻ 19, വോയിഡബിലിറ്റി ഓഫ് അഗ്രിമെന്റ്സ് വിത്തൗട്ട് ഫ്രീ കൺസെന്റ്. ഫ്രീ കൺസെന്റ് അല്ലാത്ത ഓരോ അഗ്രിമെന്റ്സിന്റെ വോയിഡബിലിറ്റി ആണ് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഒന്നാമതാണ് ഇഫ് കൺസെന്റ് ഈസ് ഒബ്റ്റെയിൻഡ് ത്രൂ coercion, fraud, misrepresentation, the contract becomes voidable at the option of the aggrieved party. aggrieved party എന്ന് പറഞ്ഞാൽ ഇതിൽ ലോസ് ഉണ്ടായവട്ടെ, നമ്മുടെ നഷ്ടം സംഭവിച്ച പാർട്ടിയുടെ ആ ഒരു ഓപ്ഷനിൽ നിന്നാണ് അത് വോയിഡബിൾ ആവും. ഏതെങ്കിലും ഒന്ന് ഇതിൽ കൊയേഷനോ ഫ്രോഡോ മിസ്റെപ്രസെന്റേഷനോ ഏതെങ്കിലും ഒന്ന് കൺസെന്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വോയിഡബിൾ ആവും. അപ്പൊ ഇതിലെന്താണ്, ഒന്നുകിലും നമുക്ക് ആ ഒരു കോൺട്രാക്ട് എന്നിപ്പം ഇങ്ങനെ ഒരു വന്നെന്ന് വിചാരിക്കും. ഇപ്പൊ ഇങ്ങനെ ഈ ഒരു പ്രശ്നം വന്ന സമയത്ത് ഇത് രണ്ടും ഒരു കോർട്ടിൽ വന്നിട്ട് ഒരു പ്രശ്നമായാൽ, അല്ലെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നമായാൽ എന്താണ് ഈ ഒരു കോൺട്രാക്ട് ഒന്നുകിൽ നമുക്ക് റിസൈൻ ചെയ്യാം, ഒന്നുകിൽ അതെന്താണ് അവിടെ വെച്ച് നിർത്താം. അല്ലെങ്കിൽ എന്താണ് ആ ഒരു പ്രോപ്പർ കണ്ടീഷൻസിൽ പ്രോപ്പർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ശരിയാക്കിക്കൊണ്ട് അതിൽ തന്നെ നിൽക്കുന്നിട്ട് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ നമുക്ക് ആ ഒരു കോൺട്രാക്ട് ഒരു അഗ്രിമെന്റ് അങ്ങനെ തന്നെ അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്ത് ബാക്കപ്പ് ചെയ്യാം,
അല്ലെങ്കിൽ ബാക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു നമുക്ക് അൺസാറ്റിസ്ഫൈഡ് ആയ അല്ലെങ്കിൽ അൺഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ തെറ്റിദ്ധരിപ്പിച്ച ആ ഒരു കാര്യങ്ങൾ മാറ്റി ശരിയായ കാര്യങ്ങൾ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ ഒരു കോൺട്രാക്ട് മുന്നോട്ട് കൊണ്ടുപോകും. ഈ രണ്ട് കാര്യങ്ങളും എന്താണ് അതിൽ ഓക്കെയാണ്. ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റിലേക്ക് പോയാലോ? അപ്പം സെക്ഷൻ 19 ഇതിനെ പറ്റി പറയുന്നത്. അപ്പൊ സെക്ഷൻ 19 ക്ലോസ് എ ഉണ്ട്, അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്താണ് ഇൻഡ്യൂസ്ഡ് ബൈ കോൺട്രാക്ട് ഇൻഡ്യൂസ്ഡ് ബൈ അൺഡ്യൂ ഇൻഫ്ലുവൻസ് കാരണം, ഒന്നുകിൽ ഏതെങ്കിലും ഒരു അൺഡ്യൂ ഇൻഫ്ലുവൻസ് പ്രകാരം ഏതെങ്കിലും ഒരു കോൺട്രാക്ട് എന്താണ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ആ ഒരു കോൺട്രാക്ട് കോർട്ട് എൻറ്റയർലി സെറ്റിസൈഡ് ചെയ്യും. അപ്പൊ അതുപോലത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നെങ്കിൽ നമുക്ക് ആ ഒരു കോൺട്രാക്ട് അങ്ങോട്ട് നിർത്താം, ഇല്ലെങ്കിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് മോഡിഫൈ ചെയ്തിട്ട് ഫെയർനെസ് കൊണ്ടുവന്നിട്ട് നമുക്ക് ആ ഒരു കാര്യം ചെയ്യാം. പിന്നുള്ളതാണ് അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്, ഇഫ് എ ലെൻഡർ എക്സ്പ്ലോയ്റ്റ്സ് എ ബോറോവർ ബൈ ചാർജിങ് എക്സ്ട്രീംലി ഹൈ ഇൻട്രസ്റ്റ് ദ കോർട്ട് മേ റെഡ്യൂസ് ദ ഇൻട്രസ്റ്റ് റേറ്റ്. ഏതെങ്കിലും ഒരു എന്താണ് ലെൻഡറുടെ ആ ഒരു ബോറോവർ പൈസ കൂട്ടി, ആ ഒരു ഇൻട്രസ്റ്റ് കൂട്ടി, അദ്ദേഹത്തിനോട് കള്ളം പറഞ്ഞ ഇൻട്രസ്റ്റ് കൂട്ടി ഇത്രയും ഒരു ഹൈ ഇൻട്രസ്റ്റ് ഒരു സാധനം വാങ്ങിയാണെങ്കിൽ ഇതൊരു കോടതിയിലേക്ക് പോയാൽ ആ കോടതി എന്തായിരിക്കും ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ്സ് കുറച്ചിട്ട് എന്താണ് രണ്ടാക്കും ഫെയർ വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ അഗ്രീവ്ഡ് പാർട്ടി നഷ്ടം സംഭവിച്ച പാർട്ടിക്ക് ആ ഒരു അവരുടെ ഒരു നഷ്ടം നികത്തി കൊടുക്കാന്നുള്ള രീതിയിൽ ഫെയർനെസ് കൊണ്ടുവരും. ഓക്കെ, എന്തേലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ പറയണം കേട്ടോ. ഒരു മിനിറ്റ്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നതാണ് സെക്ഷൻ 20 ആണ്, ബൈലാറ്ററൽ മിസ്റ്റേക്സ്. ഇവിടെ ബൈലാറ്ററൽ മിസ്റ്റേക്സ് എന്താണ്? ബൈലാറ്ററൽ മിസ്റ്റേക്സ് occurs when both parties are mistaken about essential fact. ഒരു ഫാക്റ്റിനെ പറ്റി രണ്ട് പാർട്ടിക്കാർ, ഇപ്പൊ നമ്മൾ പറയും ബൈയും യൂണിലാറ്ററും ബൈലാറ്ററും നമുക്ക് അറിയാം. യൂണിലാറ്റർ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് തെറ്റി, യൂണി മീൻസ് 1, ബൈ മീൻസ് 2. അപ്പൊ എന്താണ് രണ്ട് പാർട്ടിക്കാർക്കും ഒരു കാര്യത്തിനെ പറ്റി തെറ്റ് സംഭവിക്കുകയാണ്. അപ്പൊ എന്താ ഇവിടെ എഫക്ട് എന്നാണ്, ദ അഗ്രിമെന്റ് ബിക്കംസ് വോയിഡ് ബിക്കോസ് ദർ ഇസ് നോ റിയൽ കൺസെന്റ്. ഇവിടെ കൺസെന്റ് ഇല്ല, കാരണം ഒരാള് വേറൊന്നിന് വേണ്ടിയിട്ടാണ് ഓക്കെ പറഞ്ഞത് വിചാരിച്ചത്, മറ്റൊരാൾ വേറെ. അപ്പൊ അവിടെ ഒരു വോയിഡ് ആണ് ആക്ച്വലി, കാരണം ഫ്രം ദ സ്റ്റാർട്ടിങ് ഇറ്റ്സെൽഫ് അവിടെ ഒരു കൺസെന്റ് ആക്ച്വലി ഇല്ല. നമ്മൾ ഓൾറെഡി കൺസെന്റ് പഠിക്കുമ്പോൾ പറഞ്ഞായിരുന്നില്ലേ, ഒരു പ്രിൻസിപ്പിൾ പറഞ്ഞായിരുന്നില്ല, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അത് ഒരു പ്രിൻസിപ്പിൾ പറഞ്ഞായിരുന്നില്ലേ, മീറ്റിംഗ് ഓഫ് മൈൻഡ്സ് എന്ന് പറഞ്ഞിട്ട്, എനിവൺ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ അത്? കൺസെൻസസ് അറ്റ് ഇടം. ഓക്കെ ഗുഡ്, അതന്നെ. അപ്പം കൺസെൻസസ് അറ്റ് ഇടം നമ്മൾ ഓൾറെഡി പറഞ്ഞു. മീറ്റിംഗ് ഓഫ് മൈൻഡ്സ് എന്താണ് സെയിം തിങ്, അറ്റ് ദ സെയിം സെൻസിൽ രണ്ടാളും ഒരുപോലെ എന്താണ് ഒരു കാര്യത്തിനെ പറ്റിയിട്ട് അഗ്രി ചെയ്യുകയാണെങ്കിലാണ് ഒരു കോൺട്രാക്ട് ഉണ്ടാവും. അപ്പൊ ഇവിടെ എന്താണ് അവർ പറഞ്ഞത്, രണ്ടുപേരും രണ്ട് സാധനത്തിനെ പറ്റിയിട്ടാണ്. ഇപ്പൊ ഇവിടെ പറഞ്ഞതല്ലാതെ ഒരാള് ഒന്നുകിൽ ഇതിൽ ഒരു എക്സാമ്പിൾ ആണ്, സെയിൽ ഓഫ് എ ഹോസ് ബിലീവ് ടു ബി എലിവ് ബട്ട് ആക്ച്വലി ഡെഡ്. ഇവിടെ മരിച്ചുപോയ ഒന്നിന്റെ ഒരു സെയിലാണെന്ന് ഒരാൾ വിചാരിച്ചു, അല്ലെങ്കിൽ ബിലീവ് എലൈവ് ആയിട്ടുള്ള ഒരു ഇതിന്റെ സെയിലാണെന്ന് ഒരാൾ വിചാരിച്ചു. അല്ലെങ്കിൽ നമുക്ക് വേറൊരു എക്സാമ്പിൾ ആണ്, ഒരു ഫാക്റ്റിനെ പറ്റിയിട്ട് പുറമെ ഒരു മിസ്റ്റേക്കിനാണ് ഇവിടെ വരുന്നത്. അപ്പം ഒന്നെങ്കിൽ ഇവിടെ ഒരു ഫാക്ട് ആയിട്ട് എന്താണ് ഇവിടെ ഒരു കോൺട്രാക്റ്റിൽ എപ്പോഴും ഇവിടെ ഒരു ഫാക്ട് ആണ് ഈ ഒരു ഹോസിനെ സെല് ചെയ്യാ വാങ്ങുന്നുള്ളത്. അപ്പൊ ഇവിടെ എന്താണ് രണ്ടും, ഒരാൾ അലൈവ് ആണ് പക്ഷെ ഒരാൾ ഡെഡ് ആണെന്നുള്ള രീതിയിൽ വിശ്വസിച്ചു, അല്ലെങ്കിൽ ആ ഒരു ഹോസ്റ്റ് അങ്ങനെ തന്നെ മരിച്ചു പോയി എന്നുള്ള കാര്യം മനസ്സിലാക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ ഒരു രണ്ടാളും ഒരു കാർ, ഇപ്പം ഒരാൾ ഒരു കാറ് വിൽക്കാൻ പോകുമ്പോൾ വിൽക്കുന്ന ആള് തന്റെ ഒരു ബ്ലാക്ക് ഒരു കാറ്, ഇൻ കേസ് എന്തെങ്കിലും ഒരു കാറ് വിചാരിക്കുക, തന്റെ ഒരു കാറ് വിൽക്കാന്ന് വിചാരിക്കുക, അംബാസിഡർ കാറ് വിൽക്കാന്ന് വിചാരിക്കുക. അപ്പൊ മറ്റാൾ എന്താ വിചാരിച്ചത്, അദ്ദേഹത്തിന്റെ ഒരു നാനോ കാറോ അല്ലെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ക്രെറ്റയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങാന്നാണ് അയാൾ വിചാരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ അവിടെ ഒരു കൺസെന്റ് ഇല്ല, രണ്ടാളും കൂടി വിചാരിക്കുന്ന രണ്ട് സാധനങ്ങളാണ്. ഇവിടെ ഒരു ഫാക്റ്റില് ഒരു രണ്ട് ബൈലാറ്ററൽ മിസ്റ്റേക്ക് ആണ്. അവിടെ ഒരു കൺസെന്റ്, ഒരു മീറ്റിംഗ് ഓഫ് മൈൻഡ് വന്നിട്ടില്ല, ഒരു ക്ലാരിറ്റി അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ് അവിടെ ഒരു കൺസെന്റ് വന്നിട്ടില്ല. അവിടെ ഒരു ബൈലാറ്ററൽ മിസ്റ്റേക്ക് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടിനും എന്താണ് ഒരു മീറ്റിംഗ് ഓഫ് മൈൻഡ്, സെയിം തിങ് അറ്റ് ദ സെയിം സെൻസ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്താണ് അവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, ബൈലാറ്ററൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അടുത്തതാണ് മിസ്റ്റേക്ക് ഓഫ് ലോ. നമ്മളിപ്പം എപ്പോഴും ഒരു കാര്യം പറയാറുണ്ട്, അറിയോ, ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോട്ട് എൻ എക്സ്ക്യൂസ് എന്ന് പറയാറുണ്ട്. അപ്പൊ നമ്മുടെ എന്താണ് നമ്മുടെ ഇന്ത്യൻ ലോ നമുക്ക് അറിയേണ്ടതല്ലോ, നമ്മുടെ ഇന്ത്യൻ ലോ
നമ്മള് നമ്മള് ജീവിക്കുന്ന ആ ഒരു കൺട്രി, നമ്മുടെ ഒരു കൺട്രി ഒരു സിറ്റിസൺ ആണെങ്കിൽ ആ ഒരു രാജ്യത്തിലെ എല്ലാ നിയമങ്ങളും നമ്മൾ അറിയണം. ആ ഒരു ഇഗ്നോറൻസ് ഓഫ് ലോ ഇസ് നോട്ട് എൻ എക്സ്ക്യൂസ്, നമ്മൾ അതാണ് പറയുന്നത്. കാരണം എനിക്കറിയില്ല ഈ നിയമം ഇങ്ങനെയാണ് എന്ന് ഒരിക്കലും ഒരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ അതാണ് പറയുന്നത്, മിസ്റ്റേക്ക് ഓഫ് ലോ ഈസ് നോട്ട് എൻ എക്സ്ക്യൂസ്. എങ്ങാനും നമ്മൾ ഒരു തെറ്റ് ചെയ്തിട്ട് ആ തെറ്റ് ഞാൻ അറിഞ്ഞല്ല, ഇത് ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ അതിന് തീരെ ഒരു ഗ്രൗണ്ട്സ് ഇല്ല. ഇപ്പൊ എന്താണ് ഇവിടെ അതാണ് പറഞ്ഞത്, മിസ്റ്റേക്ക് ഓഫ് ലോ. നമ്മൾ എങ്ങാനും ഒരു തെറ്റ് ചെയ്താൽ വി വിൽ ബി പണിഷ്ഡ്. ആക്ച്വലി മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോ ട്രീറ്റഡ് ആസ് എ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്. ഇവിടെ നമുക്കൊരു മിസ്റ്റേക്ക്, കാരണം നമ്മൾ ജീവിക്കുന്ന ഒരു രാജ്യത്തുള്ള ഒരു ഇത് നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു ഫോറിൻ ലോ ആണെങ്കിൽ നമുക്കതൊരു മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ആയിട്ട് നമുക്കതിനെ കണക്കാക്കാവുന്നതാണ്. ഇതാക്കണ്ട അവിടെ അടിയിലുണ്ട്, എവരി വൺ ഈസ് പ്രിസ്യൂം ടു നോ ദ ലോ ഓഫ് ദ കൺട്രി. നമ്മുടെ ഒരു രാജ്യത്ത് താമസിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിലെ ഒരാളുടെ ഒരു കോൺട്രാക്റ്റിൽ അകപ്പെടുമ്പോൾ ആ ഒരു രാജ്യത്തെ പറ്റിയിട്ടുള്ള ഏകദേശം ഒരു ധാരണ നമുക്ക് വേണം. നമ്മൾ നമ്മുടെ സ്വന്തം രാജ്യത്തിൽ ജീവിക്കുമ്പോൾ ആ ഒരു രാജ്യത്തിലെ ഏകദേശം എല്ലാ ലോയും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതാണ് സെക്ഷൻ 21 പറയുന്നത്. അടുത്തതാണ് യൂണിലാറ്ററൽ മിസ്റ്റേക്ക്. അപ്പൊ നമ്മൾ അവിടെ നേരത്തെ പറഞ്ഞെന്ന് പറഞ്ഞാല് എന്താണ്, ബൈലാറ്ററൽ ആണ്. രണ്ടും ഒരേ കാര്യത്തിനെ പറ്റി രണ്ടാളും ഒരു തെറ്റായ രീതിയിലേക്ക് മിസ്റ്റേക്ക് വന്നു. ഇവിടെ യൂണിലാറ്ററൽ ആണ്, ഒരു പാർട്ടി മാത്രമേ ഇവിടെ മിസ്റ്റേക്ക് ആയിട്ട് വന്നിട്ടുള്ളൂ. ഏതാണ് യൂണിലാറ്ററൽ മിസ്റ്റേക്ക് ഒക്കേഴ്സ് വെൻ ഓൺലി വൺ പേഴ്സൺ ഈസ് മിസ്റ്റേക്കൺ. ഏതാണ് കോൺട്രാക്ട് റിമെയിൻസ് വാലിഡ്. ഇൻ ജനറലിലൂടെ വാലിഡ് ആണ് ആക്ച്വലി. കാരണം കൺസെന്റ് ഇത് ആക്ച്വലി ഒരു തെറ്റ് മനസ്സിലാക്കിയതിന് ശേഷം അവർ ആ ഒരു ഓഫർ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കോൺട്രാക്ട് എന്താണ് വാലിഡ് ആയിരിക്കും. പക്ഷെ ഇതിൽ എക്സെപ്ഷൻസ് ഉണ്ട്. ഒരാളുടെ ഐഡന്റിറ്റി ഓഫ് പേഴ്സൺ, നമ്മളിപ്പം ഏതെങ്കിലും ഒരാള് ഇപ്പം ബി എന്നുള്ള രീതിയിൽ സിയുമായിട്ട് ഒരു കോൺട്രാക്റ്റിൽ അകപ്പെട്ടു, പിന്നെയാണ് അത് ബി അല്ലാന്ന് തിരിച്ചറിഞ്ഞ് അങ്ങനെ വരാം. അപ്പൊ അവിടെ ഒരു എക്സെപ്ഷൻസ് ഉണ്ട്. അപ്പൊ അതൊരു യൂണിലാറ്ററൽ മിസ്റ്റേക്ക് ആയിട്ട് കണ്ടപ്പോഴത്തേക്ക് നമുക്ക് പുതിയൊരു ഇത് കോൺട്രാക്റ്റിൽ അകപ്പെടാം. പിന്നുള്ളതാണ് നേച്ചർ ഓഫ് ദ കോൺട്രാക്ട്. അപ്പൊ ഒരു കോൺട്രാക്ടിന്റെ നേച്ചർ, ഇപ്പം ഒരാള് ഇപ്പൊ എന്താണ് ഒരു കുറച്ചുകൂടി ഒരു വയസ്സായ ഒരാളാണ് ഇപ്പൊ തനിക്ക് എന്താണ് ഇല്ലിറ്ററേറ്റ് ആയ ഒരാളാണ്, അല്ലെങ്കിൽ കുറച്ച് കാഴ്ചശക്തി കുറഞ്ഞ ഒരാളാണ്. തനിക്ക് മുമ്പിൽ കിട്ടിയ ഒരു എന്താണ് ഒരു ആധാരത്തിന് അത് തന്റെ എന്താണ് ഗിഫ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ ഗിഫ്റ്റ് ഡീഡ് ആയിട്ട് കിട്ടും എന്നറിയില്ല, നമുക്ക് ഗിഫ്റ്റ് ഡീഡ് ആയിട്ട് കിട്ടും. ഗിഫ്റ്റ് ഡീഡിൽ ഒരു കൺസിഡറേഷൻ വേണം, നമുക്ക് കുറച്ചു കഴിഞ്ഞിട്ട് പഠിക്കും ആ ഒരു രീതി. അങ്ങനെയാണെന്ന് വിചാരിച്ച അദ്ദേഹം എന്താണ് സൈൻ ചെയ്തു. പിന്നെയാണ് അതറിഞ്ഞത് എന്താണ് അദ്ദേഹത്തിന്റെ സെൽഫ് ഡീഡ് അല്ലെങ്കിൽ ഗുഡ് വിൽ ആണ്, തന്റെ ഏതെങ്കിലും ഒരു സാധനം പ്രോപ്പർട്ടി വിൽക്കാന്നുള്ള രീതിയിലുള്ള ഒരു ഇതാണ്. അപ്പൊ ഇവിടെ എന്താണ് ഒരു യൂണിലാറ്ററൽ മിസ്റ്റേക്ക് വന്നപ്പോ അവിടെ എന്താണ് എക്സെപ്ഷൻസ് ആണ് ഇത് രണ്ട് കേസും. അടുത്തയിലേക്ക് അപ്പൊ അടുത്ത നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇത്രയും പറഞ്ഞത് ഓക്കെ ആണ് എല്ലാവർക്കും? anyone have any doubts? ഓക്കെ അല്ലേ? വോയിസ് ഒന്ന് ഓൺ ആക്കി പറയാൻ പറ്റുമോ? Yes, ma'am. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 11 of the Indian Contract Act 1872, a person is competent to contract if he is, അവിടെ ആൻസർ ഉണ്ട്, ഇതാണ് has attained majority, is of sound mind or not disqualified by. നമ്മൾ പറഞ്ഞു ആരാണ് ഒരു കോമ്പറ്റൻസി, ഒരു പാർട്ടിയുടെ കോമ്പറ്റൻസി നമ്മൾ പറഞ്ഞായിരുന്നു. മെജോറിറ്റി അറ്റൈൻ ചെയ്ത ഒരാൾക്ക് മാത്രമേ, അല്ലെങ്കിൽ സൗണ്ട് മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ ലോ ബൈ ഡിസ്ക്വാളിഫൈ ചെയ്യാത്ത ഒരാൾക്ക് മാത്രമേ എന്താണ് നമുക്കൊരു കോൺട്രാക്ട് അകപ്പെടാൻ പറ്റുള്ളൂ. ഓക്കെ ആണോ ഈ ഒരു ക്വസ്റ്റ്യൻ? അടുത്തയിലേക്ക് പോവാണേ. അടുത്തതാണ് എ മൈനസ് അഗ്രിമെന്റ് അണ്ടർ ഇന്ത്യൻ കോൺട്രാക്ട് ലോ ഈസ് വോയിഡ് അബ് ഇനീഷ്യോ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വോയിഡ് അബ് ഇനീഷ്യോ മീൻസ് ഇനീഷ്യൽ സ്റ്റേജ് ഇറ്റ്സെൽഫ്. ഒരു മൈനർ, ഒന്നും ചിന്തിക്കണ്ട, ഒരു മൈനറുമായിട്ട് എന്താണ് ഒരു അഗ്രിമെന്റിൽ അകപ്പെട്ടാൽ എന്താണ് പെട്ടുപോകും നമ്മൾ, അത്രേ നമ്മൾ വിചാരിക്കണ്ടു. കാരണം ഇപ്പൊ നമ്മളൊരു മൈനറുമായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റിൽ അകപ്പെട്ട് അപ്പൊ അദ്ദേഹത്തിന് പണയം എന്തോ വെച്ചിട്ട് അല്ലെങ്കിൽ എന്നുള്ള രീതിയിൽ നമ്മളെ പൈസ കൊടുത്താൽ പിന്നെ ആ പൈസ തിരിച്ചിട്ടെന്നുള്ള രീതിയിൽ ആരും നിൽക്കേണ്ടതില്ല. കാരണം മൈനറിന് നല്ല രീതിയിൽ ബെനിഫിഷ്യറി വരുന്ന ഒരു ലോ ആണ് നമ്മളത്. അതെന്താണ് ഇനീഷ്യൽ സ്റ്റേജ് ഇറ്റ്സെൽഫ് നമുക്കത് വെക്കേണ്ട ആവശ്യമില്ല. ഇനീഷ്യൽ സ്റ്റേജ് ഇറ്റ്സെൽഫ് ആ ഒരു കോൺട്രാക്ട് ഒരു എഗ്രിമെന്റ് വോയിഡ് ആവും. പിന്നെ ഒരു കോൺട്രാക്ട് ഈ ഒരു കോടതിയിൽ പോയാൽ നമ്മുടെ ആ ഒരു മൈനറിന്റെ മേലെ റീപേയ്മെന്റിന് വേണ്ടിയിട്ട് ഇതില്ല. എങ്ങാനും അദ്ദേഹത്തിന്റെ പേരിൽ വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അത് കണ്ടുകെട്ടുന്നതായിരിക്കും. അപ്പൊ ഇൻ കേസ് മൈനറിന്റെ പേരിൽ ഒരു സ്ഥലവോ സന്ദർഭമോ ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പൈസ പോയതായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും. അപ്പൊ അവിടെ പറയുന്ന വോയിഡ് അബ് ഇനീഷ്യോ. അപ്പൊ ഈ വോയിഡ് അബ് ഇനീഷ്യോ വന്നൊരു കേസിലോ പറഞ്ഞായിരുന്നില്ലേ, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ?
ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് കേസ് പറഞ്ഞിരുന്നില്ലേ? എനിവൺ ഹാവ് എനി ഐഡിയ? അത് ഓക്കെ, മോഹിരി ബിബി വേഴ്സസ് ധർമ്മദാസ് ഘോഷ് എന്ന് പറഞ്ഞ ഒരു കേസാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, പണയം വെച്ചിട്ട് അത് അമ്മ തിരിച്ച് ചോദിച്ചു, അമ്മ കോടതിയിലേക്ക് പോയി. അപ്പം ഇങ്ങനെ ഒരു കൗണ്ടർ ചെയ്തു, അദ്ദേഹത്തിന്റെ ഏജ് അത് മൈനർ ആണെന്ന് അറിയില്ല എന്നിട്ട് കൂടി കോടതി എന്താ പറഞ്ഞത്, മൈനർ ഒരു ലീഗൽ കപ്പാസിറ്റി എന്താണ് കോൺട്രാക്റ്റിൽ അകപ്പെടാൻ ലീഗൽ കപ്പാസിറ്റി ഇല്ല, അതുകൊണ്ട് തന്നെ മൈനറിന് എന്താണ് ഒരു കോൺട്രാക്റ്റിൽ അദ്ദേഹത്തിന് റീപേ ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തിലേക്ക് പോവാണേ. ാണ് ദ പ്രിൻസിപ്പിൾ ദാറ്റ് പാർട്ടീസ് മസ്റ്റ് അഗ്രി അപ്പോൺ ദ സെയിം തിങ് ഇൻ ദ സെയിം സെൻസ് ഈസ് കോൾഡ്, എന്താണ് അവിടെ പറഞ്ഞിട്ടുണ്ട്, എന്താണ് കൺസെൻസസ് അറ്റ് ഈഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു മീറ്റിംഗ് ഓഫ് മൈൻഡ്സ്, എന്താണ് അണ്ടർസ്റ്റാൻഡിങ് ഓർ അഗ്രിങ് അപ്പോൺ സെയിം തിങ് അറ്റ് ദ സെയിം സെൻസ്. രണ്ടുപേരും ഒരേ സാധനത്തിൽ അല്ലെങ്കിൽ ഒരേ സാധനം ഒരേ സെൻസിൽ അഗ്രി ചെയ്യുന്നതാണ് എന്താണ് കൺസെൻസ് അറ്റ് ഇഡം ഓർ മീറ്റിംഗ് ഓഫ് മൈൻഡ്സ് എന്ന് പറയും. അപ്പൊ നെക്സ്റ്റ് വൺ ഏതാണ്? കേസ് ദാറ്റ് എസ്റ്റാബ്ലിഷ് ദ മൈനസ് കോൺട്രാക്ട് ഈസ് വോയിഡ് ഈസ് ഏതാണ്? മോഹിരി ബിബി വേഴ്സസ് ധർമ്മദാസ് ഘോഷ്. കോൺട്രാക്ട് എന്താണ് വോയിഡ് അബ് ഇനീഷ്യോ അല്ലെങ്കിൽ വോയിഡ്, ഒരു മൈനറുമായിട്ടുള്ള കേസ് വോയിഡ് അബ് ഇനീഷ്യോ എന്ന് പറഞ്ഞ കേസാണ് മോഹിരി ബിബി വേഴ്സസ് ധർമ്മദാസ് ഘോഷ്. അപ്പൊ ഈ ഒരു കേസസും ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു പ്രിൻസിപ്പിളും ഇതൊക്കെ ഏകദേശം പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. കാരണം ഇപ്പൊ നമ്മളിപ്പം ഒരു ലോ ഫീൽഡിൽ കയറി കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കൂടുതലും കേട്ടുകൊണ്ടിരിക്കേണ്ട ഓരോ കേസസും ഓരോ പ്രിൻസിപ്പിൾസ് ആണ് ഇത്. അപ്പം ഇപ്പോഴേ പഠിച്ചു വെക്കണം. നമ്മുടെ ഈ ഒരു ക്ലീൻ ലീഗൽ ജുഡീഷ്യറി ആ ഒരു വിഭാഗത്തിൽ ആ ഒരു എന്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബേസിൽ ആ ഒരു രീതിയിൽ കോൺട്രാക്ട് ബേസിൽ ഏറ്റവും കൂടുതൽ ചോദിച്ച് കണ്ടേക്കാന്നുള്ള ഓരോരോ ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ കേട്ടോ. അപ്പൊ അടുത്തതാണ് എ പേഴ്സൺ ഈസ് സെഡ് ടു ബി സൗണ്ട് മൈൻഡ് വെൻ ഹി എന്നാണ് അണ്ടർസ്റ്റാൻഡ് ദ കോൺട്രാക്ട് ആൻഡ് ഫോംസ് എ റേഷണൽ ജഡ്ജ്മെന്റ് അബൌട്ട് ഇറ്റ്സ് എഫക്ട്. ഇതിൽ എന്താണ് പറയുന്നത്? ഒരു ആള് സൗണ്ട് മൈൻഡ് ആണ് എപ്പോൾ ആരാണ് അദ്ദേഹത്തിന് ആ ഒരു കോൺട്രാക്റ്റിനെ പറ്റി മനസ്സിലാക്കുകയും അതിനെ പറ്റി കുറച്ച് ആ ഒരു എഫക്റ്റിനെ പറ്റി ജഡ്ജ്മെന്റ് എഴുതാൻ പറ്റിയ ഫോം ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് എന്താണ് സൗണ്ട് മൈൻഡ്. അടുത്തതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് പേഴ്സൺസ് മേ എൻ്റർ ഇൻ ടു എ വാലിഡ് കോൺട്രാക്ട് ലൂസിഡ് ആൻഡ് ഡ്യൂറിങ് എ ലൂസിഡ് ഇന്റർവെൽ. അതാണ് ലുനാറ്റിക് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇഡിയറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ബൈ ബർത്ത് ഇറ്റ് സെൽഫ് അദ്ദേഹത്തിന് ആ ഒരു ഇതില്ല, കപ്പാസിറ്റി ഇല്ല. മൈനറിന് നമ്മൾ പറഞ്ഞായിരുന്നു 18 വയസ്സിന് മേലായാൽ മാത്രമേ പറ്റൂ. പിന്നുള്ളതാണ് ഇൻസോൾവെന്റ്. ഇൻസോൾവെന്റ് ആ ഒരു ബാങ്ക്രപ്റ്റൻസി അല്ലെങ്കിൽ ആ ഒരു ഇത് കഴിയുന്നത് വരെ അദ്ദേഹത്തിന് മുന്നിൽ കയറാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ അതപ്പോ ഇവിടെ എന്താ പറഞ്ഞ ഒരു ലുനാറ്റിക്കിനാണ് ഇപ്പൊ എന്താണ് ഒരു ലൂസിഡ് ഇന്റർവെൽസിൽ മാത്രം ബോധരഹിതരാവുന്ന അല്ലെങ്കിൽ ബോധമില്ലാതെ ബുദ്ധിഹീനമായിട്ട് ചെയ്യുന്ന ഒരാൾക്കാരാണ്. ലൂസിഡ് ഇന്റർവെല്ലിൽ മാത്രം വരുന്ന ആൾക്കാർക്കാണ് ഒരു കോൺട്രാക്റ്റിൽ അകപ്പെടാൻ പറ്റും. അതിനാണ് എന്താണ് കൺസെന്റ് അണ്ടർ സെക്ഷൻ 13 മീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ആ ഒരു പ്രിൻസിപ്പിളിനെ വെച്ചിട്ട് കുറെ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഡെഫിനിഷൻ ആയിട്ട് ചോദിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഒരു ഡെഫിനിഷൻ വന്നിട്ട് സെക്ഷൻസ് ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്ത് പഠിക്കുമ്പോഴും എന്താണ് സെക്ഷൻസ് വെച്ച് ഡെഫിനിഷൻ വെച്ച് പ്രിൻസിപ്പിൾ പിന്നെ അതിന്റെ കൂടെ ജഡ്ജ്മെന്റ്സ് ആയിട്ട് പഠിക്കുക, ഓരോ സെക്ഷൻസ് ആയിട്ട് നോക്കി പഠിക്കുക. അപ്പൊ എന്ത് പറയുമ്പോ ഒരു കണക്ഷൻ വെച്ച് പഠിക്കുക, ഒന്നെങ്കിൽ ആ സെക്ഷൻസ് അങ്ങനെ പഠിക്കുക. ഓക്കെ, അപ്പൊ എന്ത് പഠിക്കുമ്പോ ഒരു കണക്ഷൻ വെച്ച് ഒരു കഥ പോലെ പഠിക്കുമ്പോ പിന്നെ നമുക്ക് എളുപ്പമായിരിക്കും കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ സെക്ഷൻ 13 പറഞ്ഞു ഏതാണ് അഗ്രിങ് അപ്പോൺ ദ സെയിം തിങ് ഇൻ ദ സെയിം സെൻസ്. അപ്പൊ നമ്മൾ പറഞ്ഞു സെൻസ് പറയുമ്പോഴാണ് കൺസെൻസസ് അറ്റ് ഇഡം. കൺസെൻസ് ഇഡം എന്താണ് കൺസെന്റ് കിട്ടുന്നത്, അതേതാണ് മീറ്റിംഗ് ഓഫ് മൈൻഡ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് പറഞ്ഞത് കൺസെന്റ് അണ്ടർ സെക്ഷൻ 13 ഏതാണ്? സെക്ഷൻ 13 എന്ന് പറഞ്ഞാൽ ഏതാണ് കൺസെന്റിന്റെ ഡിഫിനിഷൻ ആണ് പറയുന്നത്. ഏതാണ് അഗ്രിമെന്റ് അപ്പോൺ ദ സെയിം തിങ് ഇൻ ദ സെയിം സെൻസ്. അപ്പൊ ഇത് എന്താണ് കൺസെന്റ് ഈസ് സെഡ് ടു ബി ഫ്രീ വെൻ ഇറ്റ് ഈസ് നോട്ട് കോസ്ഡ് ബൈ എന്താണ് ഇതിൽ ഏതോ ഒന്ന് കോസ്റ്റ് ചെയ്യാത്ത സമയത്ത് കൺസെന്റ് ഈസ് സെഡ് ടു ബി ഫ്രീ എന്നാണ്. ഏതായിരിക്കും? മിസ്റ്റേക്ക് ഉണ്ട്, ഫ്രോഡ് ഉണ്ട്, കൊയേഷൻ ഉണ്ട്. നമ്മൾ പറഞ്ഞു ആ ഒരു കൺസെന്റ് ഇല്ല, ഫ്രീ കൺസെന്റ് അല്ല എന്നുള്ള രീതിയിലുള്ള എല്ലാ ഫാക്ടേഴ്സ് ആണ് നമ്മൾ പറഞ്ഞില്ലേ. മിസ്റ്റേക്ക് പറഞ്ഞു, ഫ്രോഡ് പറഞ്ഞു, കൊയേഷൻ പറഞ്ഞു. അപ്പൊ ഇത് മൂന്നൊന്നും ഏതൊന്നുണ്ടെങ്കിലും എന്താണ് അവിടെ ഒരു കൺസെന്റ് ഉണ്ടാവില്ല. അപ്പം ഇതിൽ നിന്ന് ഏതെങ്കിലും ഇല്ലാത്ത സമയത്ത് ഇതിന്റെ ഒക്കെ ഒരു ആബ്സെൻസ് ഉണ്ടെങ്കിൽ എന്താണ് അവിടെ ഒരു ഫ്രീ കൺസെന്റ് ഉണ്ടാവും. അടുത്തതാണ് കൊയേഷൻ എന്താണ്. അപ്പൊ നമുക്ക് ഓരോന്ന് പഠിക്കുമ്പോൾ നമ്മൾ ഇതിന്റെ ഓരോന്നിന്റെ എന്താണ്
ആ ഒരു സെക്ഷൻ വെച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ. കാരണം ഭാവിയിലായാലും ഇപ്പൊ എക്സാമിനായാലും സെക്ഷൻ വെച്ച് ചോദിക്കാൻ നല്ല രീതിയിലുള്ള ചാൻസ്. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് സെക്ഷൻ വെച്ച് പഠിക്കുക. അപ്പൊ ഇതില് കൊയേഷൻ നേരത്തെ പറഞ്ഞത് ഇതാണ് സെക്ഷൻ 15 ആയിരുന്നു. അപ്പം കൊയേഷൻ എന്താണ് ത്രെറ്റ് കമ്മിറ്റ് ആൻ ആക്ട് ഫോർബിഡൺ ബൈ ലോ, നമ്മുടെ ലോ പ്രകാരം നമ്മുടെ നിയമപ്രകാരം ചെയ്യരുത് എന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ആരെങ്കിലും നമ്മുടെ എന്താണ് ഫോഴ്സ് ചെയ്യിപ്പിച്ചാലും നിർബന്ധിപ്പിച്ചാലും അതിനെന്താണ് കൊയേഷൻ എന്ന് പറയും. അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഒക്കേഴ്സ് വെൻ ഏതാണ് ബോത്ത് പാർട്ടീസ് ആർ ഈക്വൽ ഇൻ ബാർഗനിങ് പവർ ആണോ? അല്ലല്ലോ. രണ്ട് പാർട്ടീസിനും ബാർഗനിങ് പവർ ഈക്വൽ അല്ല. ബോത്ത് പാർട്ടീസ് ഡോമിനേറ്റ്സ് ദ വിൽ ഓഫ് അനദർ ആണോ? അതോ ബോത്ത് പാർട്ടീസ് മേക്ക് എ മിസ്റ്റേക്ക് ആണോ? അതോ ഒരു എ കോൺട്രാക്ട് ഈസ് ലീഗൽ ആണോ? അവിടെ പറയുന്നത് എന്താണ്? ബി ആണ്. വൺ പാർട്ടി ഡോമിനേറ്റ്സ് ദ വിൽ ഓഫ് അനദർ. മറ്റൊരാളുടെ വില്ലിന്, മറ്റൊരാളുടെ ആ ഒരു താല്പര്യത്തിന് മേലെ നമ്മൾ മറ്റൊരു പാർട്ടി എന്താണ് ഡോമിനന്റ് ആയിട്ട് നിന്നിട്ട് അവിടെ ഒരു പോയിന്റ്സ് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിൽ സമ്മതിപ്പിക്കുക. അതാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് വരിക. അപ്പോൾ നമുക്കറിയാം ഒരു ഡ്യൂ ഇൻഫ്ലുവൻസിന്റെ ഒരു ഫിസിഷ്യൽ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെയൊക്കെ ആ ഒരാൾക്ക് ഉണ്ടാകുന്ന ഒരു ബന്ധമുണ്ട്. ആ ഒരു ബന്ധം വെച്ചിട്ട് അദ്ദേഹം നമ്മളെന്താണ് നമ്മളൊരു കാര്യം ചെയ്യാൻ പ്രേരിപ്പിക്കുക. അതാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് പറയുന്നത്. In case of undue influence, if the contract appears unconscionable, the burden of proof lies. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പൊ ഏതെങ്കിലും ഒരു കേസ് കോടതി പോയി അവിടെ തെറ്റായിട്ടുള്ള ആ ഒരു ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബേർഡൻ ഓഫ് പ്രൂഫ് ആയിരിക്കും. ബേർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു കോടതി പോയി ഇത് തെളിയിക്കണം, ഇത് ഞാനല്ല തെളിയിക്കണം എന്നുള്ളത് നമ്മൾ പറയാറില്ലേ. ക്രിമിനൽ കേസസിൽ അവിടെ പോയാൽ അവിടെ ഡിഫൻഡന്റ് ആണ് തെളിയിക്കേണ്ടത്. പക്ഷെ ഇവിടെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ അൺഡ്യൂ ഇൻഫ്ലുവൻസിൽ എന്ന് പറഞ്ഞാൽ ബേർഡൻ ഓഫ് പ്രൂഫ് ഈ ഡോമിനന്റ് പാർട്ടിയാണ്. ഇപ്പം അമ്മയും മകനും ഇല്ലെങ്കിൽ അവർ നിർബന്ധിച്ചാൽ ഈ ഒരു മകൻ ഇങ്ങനെ കേസ് കൊടുത്തു എനിക്കെതിരെ ഇങ്ങനെ വെച്ചിട്ടാണെന്നുള്ള രീതിയിൽ താനത് ചെയ്തില്ല എന്നുള്ളത് തെളിയിക്കേണ്ടത് ആരുടെ കടമയാണ്? ഈ ഡോമിനന്റ് പാർട്ടി അല്ലെങ്കിൽ ഈ ഒരു നിർബന്ധിച്ച ആ ഒരു പാർട്ടിയാണ് അങ്ങനെ ചെയ്യേണ്ടത്. അടുത്തതാണ് ഫ്രോഡ്. ഫ്രോഡ് എന്താ ഇൻവോൾവ് ചെയ്യുന്നത്? ഇന്റൻഷണൽ ഡിസെപ്ഷൻ ആണ്. അപ്പം എ ആയിട്ടുള്ള ഇന്നസെന്റ് ഫാൾസ് സ്റ്റേറ്റ്മെന്റ് നമ്മളിപ്പോ നേരത്തെ എപ്പോഴായിരുന്നു പറഞ്ഞത്? മിസ്റെപ്രസെന്റേഷനിലായിരുന്നു നമ്മൾ അവിടെ പറഞ്ഞത് ഇന്നസെന്റ്. അവിടെ ഒരു ഡിസെപ്ഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഫ്രോഡിൽ എന്താണ് അവിടെ ഒരു ഇന്റൻഷൻ ഉണ്ട്, എന്താണ് വഞ്ചിക്കുക എന്നുള്ളൊരു ഇന്റൻഷൻ അവിടെ വന്നിട്ടുണ്ട്. അടുത്തതാണ് മിസ്റെപ്രസെന്റേഷൻ ഡിഫേഴ്സ് ഫ്രം ഫ്രോഡ് ബിക്കോസ്. എങ്ങനെ മിസ്റെപ്രസെന്റേഷൻ എങ്ങനെയാണ് ഫ്രോഡിൽ നിന്ന് ഇത് ചെയ്യുക, ഡിഫർ ചെയ്യുക? കാരണം അവിടെ എന്താണ് വഞ്ചിക്കാന്നുള്ളതിന്റെ ഒരു ഇന്റൻഷൻ ഇല്ല. അറിഞ്ഞുകൊണ്ട് ഒരാളെ ചതിക്കുക എന്നുള്ള ആ ഒരു ഇന്റൻഷൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഓരോന്നിങ്ങനെ ഓർത്തോർത്ത് ഒന്നുകിൽ പഠിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഇതായിട്ട് വെക്കുക. ഇപ്പൊ നമ്മുടെ ഓരോ ഇതിലും പറയില്ലേ അറിഞ്ഞുകൊണ്ട് ഞാൻ ആരെയും ചതിക്കണം എന്ന് വിചാരിച്ചില്ല. അപ്പൊ അതുപോലെയാണ് മിസ്റെപ്രസെന്റേഷൻ. അല്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലും ഒരു സിനിമയിലോ ഇങ്ങനെ പറയും അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു നടൻ ഒരു വില്ലന് വന്നിട്ട് എന്താണ് അറിഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഉന്തിത്തള്ളി ഏതെങ്കിലും തെറ്റിലേക്ക് വിടും. അപ്പൊ അതാണ് ഇപ്പം കറക്റ്റ് പറയാൻ എനിക്കിപ്പോ ഒരു എക്സാമ്പിൾ കിട്ടുന്നില്ല. എന്നാൽ എന്താണ് അറിഞ്ഞുകൊണ്ട് ഒരാൾ ഒരു തെറ്റിലേക്ക് ചെയ്യുക, അല്ലെങ്കിൽ മറ്റൊരാളെ തെറ്റിലേക്ക് നിർബന്ധിപ്പിച്ചിട്ടിട്ടാൽ അത് ഫ്രോഡാവും. അല്ലെങ്കിൽ അറിയാണ്ട് തെറ്റാണെന്ന് അറിയാണ്ട് അങ്ങനെ ഇതായിപ്പോയി അതൊരു മിസ്റെപ്രസെന്റേഷൻ ആയിട്ട് മാറും. വെൻ കൺസെന്റ് ഈസ് ഒബ്റ്റെയിൻഡ് ത്രൂ ഫ്രോഡ് മിസ്റെപ്രസെന്റേഷൻ ദ കോൺട്രാക്ട് ബിക്കംസ് വോയിഡബിൾ. ഇവിടെ വോയിഡബിൾ ആണ്. വോയിഡബിൾ ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു പാർട്ടി മീൻസ് അഗ്രീവ്ഡ് പാർട്ടി ആയിരിക്കും. ആ ഒരു അഗ്രീവ്ഡ് പാർട്ടി ഈ ഒരു കോൺട്രാക്റ്റിൽ നിന്നും ബാക്കപ്പ് ചെയ്താൽ അവിടെ ഒരു വോയിഡബിൾ ആവും. അതിനു മുമ്പ് ആ ഒരു ഇതിന് വാലിഡ് ആയിരിക്കും. കാരണം ഒരു ഡ്യൂ ഇൻഫ്ലുവൻസ് വന്നാലും അവിടെ ആ ഒരു കോൺട്രാക്ട് ഉണ്ട്, അതിൽ നേതാ ആ ഒരു ലോസ് സംഭവിച്ച ആ ഒരു പാർട്ടി ആ ഒരു കോൺട്രാക്റ്റിൽ നിന്നും ബാക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അപ്പോൾ അവിടെ വോയിഡബിൾ ആവും, ആ ഒരു കോൺട്രാക്ട് വോയിഡബിൾ ആവും. ഇനി എന്താണ് അണ്ടർ സെക്ഷൻ 19A ദ കോർട്ട് മേ എന്താണ് സെറ്റ് അസൈഡ് കോൺട്രാക്ട്സ് ഇൻഡ്യൂസ്ഡ് ബൈ അൺഡ്യൂ ഇൻഫ്ലുവൻസ്. അൺഡ്യൂ ഇൻഫ്ലുവൻസ് പ്രകാരം വന്ന കോൺട്രാക്ട് എന്താണ് നമ്മുടെ കോർട്ട് എന്താണ് സെറ്റ് സൈഡ് ചെയ്യുന്നാണ് പറയുന്നത്. അടുത്തതാണ് ബൈലാറ്ററൽ മിസ്റ്റേക്ക് ഒക്കേഴ്സ് വെൻ. ബൈലാറ്ററൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബൈ മീൻസ് ടു ആണ്. അപ്പൊ എന്താണ് രണ്ട് പാർട്ടീസും ഒരു എസെൻഷ്യൽ ഫാക്റ്റിനെ പറ്റി മിസ്റ്റേക്കൺ ചെയ്യുകയാണെങ്കിൽ അത് ബൈലാറ്ററൽ ആണ്. അപ്പം ഒന്നാണെങ്കിൽ എന്തായിരിക്കും ഒരു പാർട്ടി മാത്രമാണ് തെറ്റുപറ്റിയെങ്കിൽ അത് യൂണിലാറ്ററൽ ആയിട്ട് മാറും. പിന്നുള്ളതാണ് അണ്ടർ സെക്ഷൻ 21 മിസ്റ്റേക്ക് ഓഫ് ഇന്ത്യൻ ലോ ഇസ് നോട്ട് ആൻ എക്സ്ക്യൂസബിൾ.
നമ്മളിപ്പോ പണ്ടേ പറയുന്നുണ്ട് ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോട്ട് എൻ എക്സ്ക്യൂസ്. നമ്മളത് ഓർത്ത് വെക്കുക. നമ്മുടെ സ്വന്തം രാജ്യത്തിന്റെ നിയമങ്ങൾ അറിഞ്ഞില്ല എന്നുള്ള രീതിയിൽ നമ്മളൊരു കൗണ്ടർ ചെയ്യുന്നത് തീരെ വാലിഡ് അല്ല, അതൊരു എക്സ്ക്യൂസബിൾ അല്ല, അത് പണിഷ്മെന്റ് ആയിട്ട് ലാസ്റ്റ് നമുക്ക് വരുന്നതാണ് കേട്ടോ. അത് നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടും ഈ ഒരു കാര്യം പറഞ്ഞാൽ അതൊരിക്കലും അക്സെപ്റ്റബിൾ ആവില്ല. അപ്പൊ ഇനി യൂണിലാറ്ററൽ മിസ്റ്റേക്ക് ജനറലി മേക്സ് ദ കോൺട്രാക്ട്. അപ്പൊ ഒരാൾക്ക് എന്തെങ്കിലും തെറ്റ് വന്നാലും, ഒരാൾക്ക് ആ ഒരു മിസ്റ്റേക്ക് വന്നാലും കൺസെന്റ് ഇല്ലെങ്കിലും പിന്നെ ആ ഒരു മിസ്റ്റേക്ക് വന്ന് ശരിയാക്കി നമുക്ക് എന്താണ് ആ ഒരു കോൺട്രാക്ട് എന്താണ് വാലിഡ് ആവുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരു വോയിഡ് ആവുന്നില്ല കേട്ടോ. ഇപ്പം ഒരു യൂണിലാറ്ററൽ മിസ്റ്റേക്ക് വന്നപ്പോ ഒരാൾക്ക് ഒരു കാര്യത്തിനെ പറ്റി തെറ്റ് വന്ന് ആ തെറ്റ് മനസ്സിലാക്കി പിന്നീലേക്ക് മാറി നമുക്ക് എന്താണ് ആ ഒരു കോൺട്രാക്ട് വാലിഡ് ആവും. അപ്പൊ ഇത്രയാണ് നമ്മൾ നേരത്തെ പഠിച്ച ക്വസ്റ്റ്യൻസ്. അടുത്ത നമ്മൾ വോയിഡ് അഗ്രിമെന്റ്സിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് വോയിഡ് അഗ്രിമെന്റ്സ്. ഈ വോയിഡ് അഗ്രിമെന്റ് എന്ന് പറഞ്ഞാല് അപ്പൊ നമ്മളൊരു കോൺട്രാക്റ്റിൽ അകപ്പെടുക എന്താണ് കുറെ നമ്മളൊരു ലീഗൽ അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ റിലേഷൻഷിപ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ എന്താണ് ഒരു കോൺട്രാക്ട് ഉണ്ടാവണമെങ്കിൽ, ഒരു അഗ്രിമെന്റ് ഒരു കോൺട്രാക്ട് ആവണമെങ്കിൽ അവിടെ ലീഗലി എൻഫോഴ്സബിൾ ആവണം. അപ്പൊ ഇവിടെ എന്താണ് however not every agreement made between parties is legally enforceable ആവണം എന്നില്ല. നമ്മൾ മറ്റൊരാളോട് ചെയ്യുന്ന എല്ലാ ഒരു അഗ്രിമെന്റ്സ് എന്താണ് അത് ലീഗലി എൻഫോഴ്സബിൾ ആവണം എന്നില്ല. സർട്ടൻ അഗ്രിമെന്റ്സ് എന്താണ് ലോ പ്രകാരം വോയിഡ് ആയിട്ട് മാറ്റിയിട്ടുണ്ടെന്ന്. ഒന്നുകിൽ അതിൽ നമ്മൾ ലീഗൽ എലമെന്റ്സ് ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കൺസെന്റോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഒരു ആ ഒരു ഇത് ലീഗാലിറ്റി കൊണ്ടുവരാൻ ഉണ്ടാവാത്തതോ കൺസിഡറേഷൻ ഇല്ലാത്തതോ ആയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും എസെൻഷ്യൽ എലമെന്റ്സ് ഇല്ലെങ്കിൽ അവിടെ എന്താണ് ഒരു ലീഗലി വോയിഡ് ആവും, അവിടെ വാലിഡ് ആവില്ല. ഒന്നെങ്കിൽ അല്ലെങ്കിൽ വരുന്ന ഒരു എഗ്രിമെന്റ് എന്താണ് നമ്മുടെ പബ്ലിക് പോളിസിക്ക് എഗെയിൻസ്റ്റ് ആവും, അല്ലെങ്കിൽ ഒരു അൺലോഫുൾ കൺസിഡറേഷൻ ഉണ്ടാവുമായിരിക്കും. ഒരു ലോഫുൾ കൺസിഡറേഷൻ ആയിരിക്കില്ല അവിടെ ഉണ്ടാവുക. അപ്പൊ ഇങ്ങനെയുള്ള കോൺട്രാക്റ്റിനൊക്കെ അല്ല അഗ്രിമെന്റ്സിനൊക്കെ എന്താ പറയുന്നത് വോയിഡ് അഗ്രിമെന്റ്സ്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും പറയാം. എന്താണ് വോയിഡ് അഗ്രിമെന്റിന്റെ മീനിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു സെക്ഷൻ 2 ക്ലോസ് ജി ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, നമ്മുടെ സെക്ഷൻ 2 ക്ലോസ് ജി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം എ വോയിഡ് അഗ്രിമെന്റ് ഈസ് എൻ അഗ്രിമെന്റ് നോട്ട് എൻഫോഴ്സബിൾ ബൈ ലോ. നമ്മൾ ആദ്യം തന്നെ പഠിച്ചിട്ടുണ്ട് നമ്മുടെ എൻഫോഴ്സിബിൾ ബൈ ലോ, നമ്മുടെ നിയമപ്രകാരം അത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്തതൊക്കെ എന്താണ് അത് വോയിഡ് ആയിരിക്കും. കാരണം നമ്മുടെ ആ ഒരു ലോ ലീഗൽ ഒരു ഏകദേശം ഒരു എലമെന്റ്സ് പറയുന്നുണ്ട്, ഒരു കോൺട്രാക്ട് ഇന്നതാവണമെങ്കിൽ ഇന്ന എലമെന്റ്സ് വേണമെന്ന്. അപ്പൊ അതൊന്നും ഇല്ലാത്തത് എന്താണ് വോയിഡ് അഗ്രിമെന്റ് ആണ്. അപ്പൊ ഏതൊക്കെ അതിന്റെ ഒരു കീ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്താണ് ഹാസ് നോ ലീഗൽ എഫക്റ്റ്. അപ്പൊ അങ്ങനെ ഉണ്ടായപ്പോ ഒരു അഗ്രിമെന്റ് ആയ എന്താണ് അതിനൊരു ലീഗൽ എഫക്റ്റ് ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ആ ഒരു ഈ ഒരു ഇപ്പം ഇൻ കേസ് ഇപ്പൊ ആ ഒരു അഗ്രിമെന്റ് നമ്മൾ ഇപ്പൊ ചെയ്തായിരിക്കും ഇവിടെ ഒരു കൺസിഡറേഷൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ എങ്ങനെ നമ്മളത് ആ ഒരു അഗ്രിമെന്റ് കോടതിയിലേക്ക് പോയാലും നമുക്കത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒരു നടപടി അവിടുന്ന് ലഭിക്കില്ല. ഇപ്പൊ ഫ്രം സ്റ്റാർട്ടിങ് ഇറ്റ് സെൽഫ് എന്താണ് ഇൻവാലിഡ് ആയിരിക്കും, പിന്നെ അത് വോയിഡ് ആയിട്ട് മാറുകയും ചെയ്യും. പിന്നെ ഇതിൽ പറയുന്നതാണ് വോയിഡ് അഗ്രിമെന്റ് വെസസ് വോയിഡ് കോൺട്രാക്ട് എന്നാണ്. അപ്പൊ വോയിഡ് അഗ്രിമെന്റ് എന്താ നോട്ട് എൻഫോഴ്സബിൾ ഫ്രം ദ ബിഗിനിങ്, നെവർ ക്രിയേറ്റ്സ് എ ലീഗൽ റൈറ്റ്സ്. ഇത് ഫ്രം ദ സ്റ്റാർട്ടിങ് ഇറ്റ് സെൽഫ് എന്താണ് ഇവിടെ ഒരു ലീഗൽ ആസ്പെക്ട്സോ അല്ലെങ്കിൽ ലീഗൽ ഒരു എൻഫോഴ്സ്മെന്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, എങ്കിൽ പബ്ലിക് പോളിസിക്ക് ആദ്യം മുതൽ എതിരായിരിക്കും. ഇപ്പൊ ഒരു അഗ്രിമെന്റ് എന്തായിരിക്കും വോയിഡ് ആവുന്നത് എങ്ങനെയാ ഫ്രം ദ സ്റ്റാർട്ടിങ് ഇറ്റ് സെൽഫ് ഒരു വോയിഡ് അഗ്രിമെന്റ് അത് വോയിഡ് അഗ്രിമെന്റ് ആയിരിക്കും. ഫ്രം ദ സ്റ്റാർട്ടിങ് ഇറ്റ് സെൽഫ് എന്താണ് അത് നമ്മുടെ നിയമത്തിനെതിരെ പോകുന്നതാണ്. ഇപ്പൊ നമ്മള് നിയമം അനുശാസിക്കുന്ന ഒരു കാര്യം, നമ്മൾ നിയമം പറയുന്ന ഒരു കാര്യത്തിന് എതിരെ ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കിയ അത് തെറ്റാണ്. ഇപ്പൊ നമ്മൾ പറയും നമ്മുടെ എന്താണ് ഇപ്പൊ നമ്മളെ നിയമത്തിൽ നമ്മുടെ ഈ ഒരു പബ്ലിക് പോളിസി അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക് ആയിട്ടുള്ള നമ്മുടെ പബ്ലിക് ഓരോ സ്റ്റാറ്റ്യൂസ് അങ്ങനെ കാര്യങ്ങൾ നമ്മൾ സംരക്ഷിക്കണം എന്നുള്ളത് നമ്മൾ ഓരോ പബ്ലിക് പോളിസിയാണ്. നമ്മൾ ആ ഒരു പറയാറില്ലേ നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ അത്. അപ്പൊ അതിനെതിരെ അപ്പം നീ ഇത്ര പൈസ തന്നാൽ നീ ഒരു കാര്യം ചെയ്യണം, ഈ ഒരു ഒന്നുകിൽ ഇപ്പൊ പോലീസ് സ്റ്റേഷൻ തല്ലിപ്പൊളിക്കുക അങ്ങനെയുള്ള രീതിയിൽ ആ ഒരു ഇത് ചെയ്താന്ന് ഫ്രം ദ സ്റ്റാർട്ടിങ് ഇറ്റ് സെൽഫ് അത് വോയിഡ് ആയിരിക്കും. പിന്നെ വോയിഡ് അഗ്രിമെന്റ് ആണ്. കാരണം അവിടെ ഒരു ലീഗൽ റൈറ്റ്സ് ഒരു പബ്ലിക് പോളിസിക്ക് എതിരായിരിക്കും, അവർ ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തതാണ് വോയിഡ് കോൺട്രാക്ട്. ഈ ഒരു കോൺട്രാക്ട് എന്താണെന്ന് പറഞ്ഞാൽ
ഇനീഷ്യലി ഇത് വാലിഡ് ആയിരിക്കും, പിന്നെ ആയിരിക്കും ഈ ഒരു കോൺട്രാക്ട് അങ്ങനെ തന്നെ വോയിഡ് ആവും. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഏലിയൽ എൻമിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ നമ്മൾ ആദ്യം ആ ഒരു കോൺട്രാക്ട് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു കൺട്രീനോട് എന്താണ് ഒരു ഇതുണ്ടാവില്ല, ഒരു യുദ്ധം തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ യുദ്ധം യുദ്ധത്തിന് ഈ ഒരു ഉണ്ടായതിനു ശേഷമായിരിക്കും യുദ്ധം ഉണ്ടാവും. അങ്ങനെയാണ് എന്താണ് നമുക്ക് പിന്നെ ആ ഒരു കോൺട്രാക്ട് അവിടെ ഒന്നുകിൽ അവിടെ നിർത്തി വെക്കണം, പിന്നെ ഈ യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ പറ്റൂ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, ഈ ഒരു കോൺട്രാക്ട് ആദ്യം വാലിഡ് ആയിരുന്നു, പിന്നെന്താണ് ഒരു സർട്ടൻ സർക്കംസ്റ്റൻസ് വന്നിട്ട് അത് വോയിഡ് ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിലൊന്ന് പറയുന്നതാണ് എ കോൺട്രാക്ട് സെൽ ഗുഡ്സ് ഡെസ്ട്രോയിഡ് ബിഫോർ ഡെലിവറി. എ ബി എന്നിലേക്ക് ഒരു കോൺട്രാക്ട് ചെയ്യുകയാണ്, ഇത്ര പൈസക്ക് ഇത്ര സാധനം നമ്മൾ തരാന്നുള്ളത്, വിൽക്കാന്നുള്ളത് ഒരു കോൺട്രാക്റ്റിൽ അകപ്പെട്ടു. അപ്പൊ ആ ഒരു ഡെലിവറി ടൈം അടുക്കുന്നതിന് മുമ്പ് എന്താണ് അവിടെ ഒന്നുകിൽ ആ ഒരു ഫ്രൂട്ട്സ് അങ്ങനെ വന്ന് അത് സ്പോയിൽ ചെയ്തു, അല്ലെങ്കിൽ പെട്ടെന്ന് ആ ഒരു ബിൽഡിങ്ങിന് തീ പിടിച്ചിട്ട് ഒരു അൺസർട്ടൻ ഇവന്റ് വന്നിട്ട് എന്താണ് ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ പറഞ്ഞ ആ ഒരു സംഭവങ്ങൾ നശിച്ചു പോവുകയാണ്. അപ്പൊ ഇവിടെ ഇനീഷ്യലി ഇതൊരു വാലിഡ് ആയിരുന്നു, പിന്നെ അത് വോയിഡ് ആയിട്ട് മാറി. അപ്പൊ അത് വോയിഡ് കോൺട്രാക്ട് ആണ്. ഓക്കെ അല്ലേ? വോയിഡ് എഗ്രിമെന്റും വോയിഡ് കോൺട്രാക്ടിന്റെ വ്യത്യാസമാണ്. എഗ്രിമെന്റ് ഫ്രം ദ സ്റ്റാർട്ടിങ് ഇറ്റ് സെൽഫ് അത് എൻഫോഴ്സിബിൾ അല്ല, അവിടെ ഒരു ലീഗൽ റൈറ്റ്സ് ഇല്ല. വോയിഡ് കോൺട്രാക്റ്റിൽ എന്താണ് അത് ഇനീഷ്യലി വാലിഡ് ആയിരുന്നു, പക്ഷെ പിന്നെ എന്താണ് ഒരു സർട്ടൻ സർക്കംസ്റ്റൻസ് വന്ന സമയത്ത് അത് വോയിഡ് ആയി മാറി. ഓക്കെ അല്ലേ? നമുക്ക് അടുത്തത് നോക്കാം. എഗ്രിമെന്റ് വിത്ത് മൈനർ ആണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എഗ്രിമെന്റ് കോൺട്രാക്ട്, ഒരു കോൺട്രാക്ട് വിത്ത് മൈനർ എന്താണ് വോയിഡ് ആണ്. അപ്പോൾ നമ്മൾ ആ മോഹരി ബി വേഴ്സസ് ധർമ്മദാസ് ഘോഷിലൂടെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പ്രിൻസിപ്പിൾ ആണ് വോയിഡ് അബ് ഇനീഷ്യോ. അപ്പൊ നമ്മൾ പറഞ്ഞു മൈനർ കാനോട്ട് റാറ്റിഫൈ കോൺട്രാക്ട് ആഫ്റ്റർ അറ്റൈനിങ് മെജോറിറ്റി. എന്താണ് നമ്മൾ ആ ഒരു കോൺട്രാക്ട് എന്താണ് മെജോറിറ്റി വന്നതിന് ശേഷം അദ്ദേഹത്തിന് എന്താണ് ആ ഒരു കോൺട്രാക്ട് കൊണ്ട് പോകാൻ പറ്റില്ല, ഒന്നുകിൽ ഒരു ഫ്രഷ് കോൺട്രാക്ട് വേണം. മൈനറിന് സ്റ്റിൽ റിസീവ് ബെനിഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും, ഒരു ബെനിഫിഷ്യറി കോൺട്രാക്ട്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതൊക്കെ എന്താണ് ഒരു മൈനസിനെ എക്സ്പ്ലോയിറ്റേഷനിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. എഗ്രിമെന്റ് വിത്ത് പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്. എഗ്രിമെന്റ് മെയ്ഡ് ബൈ പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ് ആർ വോയിഡ് എന്താണ് ഇഫ് ദേ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ദ കോൺട്രാക്ട്. ഇപ്പം എന്താണ് നമ്മൾ ഒരു അൺസൗണ്ട് മൈൻഡുമായിട്ടുള്ള ഒരാൾക്ക് എന്താ ആ ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് വോയിഡ് ആവും. ഇങ്ങനെ ആ ഒരാൾക്ക് കോൺട്രാക്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒരു റേഷണൽ ജഡ്ജ്മെന്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല. അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലുനാറ്റിക്സ് ആണ്, അല്ലെങ്കിൽ ഇൻടോക്സിക്കേറ്റഡ് പേഴ്സൺസ്, അല്ലെങ്കിൽ ഒരു സീവിയർ മെന്റൽ ഇൽനെസ് കൊണ്ട് സഫർ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ലൂസിഡ് ഇന്റർവെൽസിൽ മാത്രം ആ ഒരു പ്രശ്നം വരുന്ന ഒരാൾക്ക് ആ ഒരു കോൺട്രാക്ട് ബിൽഡ് ചെയ്യുന്ന സമയത്ത് പ്രശ്നമില്ലെങ്കിൽ ആ ഒരു കോൺട്രാക്ട് എന്താണ് വാലിഡ് ആവും. പിന്നെ പറഞ്ഞ ഇത് ഓരോന്ന് എന്താണ് ഈ ഓരോ പറയുന്ന ഒരു സ്ലൈഡിൽ നിന്നും ഓരോ വോയിഡ് എഗ്രിമെന്റ്സിന്റെ ഓരോ പോയിന്റ്സ് ആണ് പറയുന്നത്, ഏതൊക്കെ ഇതിലാണ് നമ്മളൊരു എഗ്രിമെന്റ് വോയിഡ് ആവാന്നുള്ളത്. പിന്നെയാണ് അഗ്രിമെന്റ് വിത്തൗട്ട് കൺസിഡറേഷൻ, ഒരു കൺസിഡറേഷൻ ഇല്ലാണ്ട് ഒരു അഗ്രിമെന്റ് ഉണ്ടായാൽ അത് വോയിഡ് ആയി മാറുന്നാണ് പറയുന്നത്. നമ്മൾ കൺസിഡറേഷൻ പറയും, ക്വിഡ് പ്രോക്കോ എന്നാണ് അതിന്റെ ആ ഒരു ഇത് വരുത്ത്, ആ ഒരു പ്രിൻസിപ്പിൾ മീൻസ് സംതിങ് ഇൻ റിട്ടേൺ. അതാണ് കൺസിഡറേഷൻ മീൻസ് സംതിങ് ഇൻ റിട്ടേൺ. അപ്പൊ നമ്മൾ ഒരാൾക്ക് ഒരു കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് ഒരു റിട്ടേൺ ഒരു കാര്യം. ഇപ്പം എ ബിക്ക് ഒരു വീട് സെല് ചെയ്താൽ അതിന് റിട്ടേൺ ആയിട്ട് ക്യാഷ് തരും, അതാണ് അവിടെ കൺസിഡറേഷൻ. എന്താണ് തിരിച്ച് എന്താണ് ഒരു റീപേയ്മെന്റ് അല്ലെങ്കിൽ ഒരു റിട്ടേൺ അല്ലെങ്കിൽ റീപേ ഉണ്ട് അവിടെ. എന്താണ് അണ്ടർ സെക്ഷൻ 25 പ്രകാരം എഗ്രിമെന്റ്സ് മെയ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ ആർ വോയിഡ് ആണ്. ഒരു കൺസിഡറേഷൻ ഇല്ലാണ്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി എന്താണ് അത് വോയിഡ് ആയിരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു കൺസിഡറേഷൻ ഇല്ലേ അവിടെ എന്താണ് ഒരു കോൺട്രാക്ട് ഇല്ല. പക്ഷെ ഇവിടെ എക്സെപ്ഷൻസ് വരുന്നുണ്ട്, കാരണം ഒരു നമ്മുടെ നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ നമ്മൾ ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കും. ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അദ്ദേഹത്തിന് ഒരു അഗ്രിമെന്റ് നൽകുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു അഗ്രിമെന്റിലൂടെ ഒരു കാര്യം നൽകുകയാണെങ്കിൽ അവിടെ കൺസിഡറേഷന്റെ ആവശ്യം വരുന്നു. ഇപ്പൊ അത് നമ്മൾ നമ്മുടെ ഒരു സ്നേഹബന്ധത്തിൽ അദ്ദേഹത്തിന് ഒരു കാര്യം ചെയ്തു നൽകുന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ പാസ്റ്റ് പ്രോമിസ് ടു കോമ്പൻസേറ്റ് ഫോർ പാസ്റ്റ് വോളണ്ടറി സർവീസസ്. പഴയ കാലത്ത് എന്തെങ്കിലും ഒരാൾ ചെയ്തു തന്നെ നമുക്കൊരു കാര്യം ചെയ്തു തന്നപ്പോ ആ സമയത്ത് നമുക്ക് അയാൾക്കൊന്നും തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ആ ഒരു ഇതിന് നമുക്കിപ്പം പറ്റിയ ഏകദേശം അതിന് പറ്റിയൊരു വെൽത്തോ അതിന് കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് ആ ഒരു കാര്യം ചെയ്തതിന് അതിന് റീപേയ്മെന്റ് പോലെ ഇപ്പൊ കൊടുക്കുകയാണെങ്കിൽ എന്താണ് കൺസിഡറേഷന്റെ ആവശ്യമില്ല. എന്താണ് നമ്മൾ ഓൾറെഡി മുൻപ് ഒരാൾ നമുക്കൊരു വോളണ്ടറി ചെയ്തൊരു സർവീസിന് നമ്മളൊരു കോമ്പൻസേറ്റ് ചെയ്യണം. അപ്പൊ അല്ലെങ്കിൽ നമുക്കൊരു ആ ഒരു കാര്യം നമ്മൾ നന്മ കണ്ട് നമ്മളോട് ഇഷ്ടപ്രകാരം നമ്മളത് തിരിച്ചു കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ എന്താണ് പ്രോമിസ് ടു പേ ടൈം ബാർഡ് ഡെപ്റ്റ്, ഒരു ഇത്ര ഇതിനുള്ളിൽ തിരിച്ചു തരണം എന്നുള്ള രീതിയിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കണം. അപ്പൊ ഒരു പൈസ കൊടുക്കാണ്
അത് പിന്നെ ഒരു സമയത്തിനുള്ളിൽ നമുക്കത് തിരിച്ചു കിട്ടും. അപ്പൊ ഇതൊക്കെ ഓരോന്ന് എക്സെപ്ഷൻസ് ആണ്. നമ്മൾ പറഞ്ഞു കൺസിഡറേഷൻ ഇല്ലാണ്ട് കോൺട്രാക്ട് ഇല്ല എന്ന് പറയുന്നതിന്റെ ഒരു എക്സെപ്ഷൻസ് ആണ്. ഈ 3 കേസിൽ എന്താണ് കൺസിഡറേഷൻ ഇല്ലെങ്കിൽ മീൻസ് ക്വിഡ് പ്രോക്കോ നമ്മൾ പറഞ്ഞു സംതിങ് ഇൻ റിട്ടേൺ ആയിട്ട് ഒന്നും ഇല്ലെങ്കിൽ എന്താണ് അവിടെ ഒരു കോൺട്രാക്ട് ഉണ്ടാകും. അടുത്തതാണ് എഗ്രിമെന്റ് ഇൻ റെസ്ട്രെയിന്റ് ഓഫ് മാരേജ്. അണ്ടർ സെക്ഷൻ 26 എനി എഗ്രിമെന്റ് ദാറ്റ് റെസ്ട്രെയിൻ ദ മാരേജ് ഓഫ് ആൻ അഡൾട്ട് ഈസ് വോയിഡ് എന്നാ പറയുന്നത്. ഏതെങ്കിലും ഒരാള് അതാണ് മറ്റൊരാളുടെ കല്യാണം കഴിക്കരുത്, കാരണം ഇയാളുടെ കല്യാണം കഴിക്കരുത്, അല്ലെങ്കിൽ നീ ഇങ്ങനെ കഴിച്ചാൽ ഇതാവും, അല്ലെങ്കിൽ ഇവനെ നീ കല്യാണം കഴിക്കരുത് എന്നുള്ള രീതിയിൽ ഒരു എഗ്രിമെന്റിലേക്ക് വരാണ്. എ പ്രോമിസസ് ടു പേ ബി ഇഫ് ബി നെവർ അഗ്രീസ് ടു മാരി. നീ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ എന്താണ് ഏതായിട്ട് നടക്കണം, ബാച്ചിലറായിട്ട് നടക്കണം, അതിന് വേണ്ടിയിട്ട് പൈസ തരാം എന്നുള്ള രീതിയിൽ ഒരു എഗ്രിമെന്റ് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാല് ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു പബ്ലിക് പോളിസി, ഒരു സോഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഒരാളുടെ കല്യാണം. അപ്പം ആ ഒരു കാര്യത്തിൽ ചെയ്യരുത് എന്നുള്ള രീതിയിലേക്ക് ഒരു എഗ്രിമെന്റ് വന്നാൽ എന്താണ് അതൊരു വോയിഡ് ആയിട്ട് മാറും. കാരണം അത് അയാളുടെ സെൽഫ് ഇതിന് വേണ്ടിയിട്ട് ഒരു എതിരെ പോകുന്നതാണ്. അടുത്തതാണ് എഗ്രിമെന്റ് ഇൻ റിസ്ട്രെയിന്റ് ഓഫ് ട്രേഡ്. ഇപ്പൊ എന്താണ് അണ്ടർ സെക്ഷൻ 27 എനി അഗ്രിമെന്റ് റിസ്ട്രെയിനിങ് എ പേഴ്സൺ ഫ്രം പ്രാക്ടീസിങ് എ ലോഫുൾ പ്രൊഫഷൻ ട്രേഡ് ഓർ ബിസിനസ് ഈസ് വോയിഡ്. നമ്മൾ സെക്ഷൻ 27 പറയുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഈ ഒരു നമ്മൾ ആർട്ടിക്കിൾ ഫണ്ടമെന്റൽ റൈറ്റിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഫ്രീഡത്തിന്റെ ഭാഗത്തിലെ ഒരു ആർട്ടിക്കിൾ 90 നമ്മൾ പറയുന്ന കാര്യമാണ് നമുക്ക് ഇഷ്ടമുള്ള ജോലി, ഇഷ്ടമുള്ള പ്രൊഫഷൻ, ഇഷ്ടമുള്ള ട്രേഡ് നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പൊ ഈ ഒരു കാര്യം എന്താ പറയുന്നത്, ആ ഒരു കാര്യത്തിൽ ഏതെങ്കിലും ഒരാള് റിസ്ട്രെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് ആ ഒരു ഏതെങ്കിലും ഒരു പ്രൊഫഷനോ നീ ഒരു ജോലി ചെയ്യരുത് എന്നുള്ള രീതിയിലേക്ക് ഒരു അഗ്രിമെന്റ് കൊണ്ടുവരാ, അല്ലെങ്കിൽ നീ ഒരു ട്രേഡ് ചെയ്യരുത്, അല്ലെങ്കിൽ നീ ഒരു ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്യരുത് എന്നുള്ള രീതിയിൽ ഒരു അഗ്രിമെന്റ് കൊണ്ടുവന്നാൽ എന്താണ് അത് വോയിഡ് ആയിട്ട് മാറും. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് എന്താണ് എ കോൺട്രാക്ട് പ്രിവെന്റിങ് എ പേഴ്സൺ ഫ്രം സ്റ്റാർട്ടിങ് എ സിമിലർ ബിസിനസ്. ഈ ഒരു സിമിലർ ബിസിനസ് നീ കൊണ്ടുവരുത് എന്ന് ഒരാളോട് പറയാൻ നമുക്ക് ഒരിക്കലും അവകാശമില്ല. കാരണം എന്താണ് അത് ഒരാളുടെ പേഴ്സണൽ ഒപ്പീനിയൻസും പേഴ്സണൽ താല്പര്യങ്ങളാണ്. അപ്പൊ അത് ഒരാൾക്കൊരു ചെയ്യരുത് എന്ന് പറയാൻ നമ്മൾക്ക് അധികാരമില്ല. എക്സെപ്ഷൻ ആണ് എന്താണ് സെയിൽ ഓഫ് ഗുഡ് വിൽ ഓഫ് എ ബിസിനസ് മേ ഇൻക്ലൂഡ് റീസണബിൾ റെസ്ട്രിക്ഷൻസ്. ഇപ്പൊ അതിൽ പറയുന്നുണ്ട് ഒരു ഗുഡ് വിൽ സൈൻ ചെയ്യും. ഇപ്പൊ എങ്ങാനും ഇപ്പൊ ഒരാള് തന്റെ കമ്പനിയുടെ ആ ഒരു ഇത് വേറൊരാൾക്ക് കൊടുക്കാണ്, എങ്ങാനും എന്താണ് ആ ഒരു ബിസിനസ് നിർത്തി വെച്ചിട്ട് വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ ആ വാങ്ങുന്ന ആളും ഇതൊരു ഗുഡ് വിൽ ഇങ്ങനെ സെയിൽ ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള ഒരു സമയത്ത് നീ ഇതുപോലെ ബിസിനസ് ഈ ഒരു ഭാഗത്ത് ചെയ്താൽ എന്റെ ബിസിനസ് അഫക്ട് ചെയ്യും, നീ അത് ചെയ്യരുത് എന്നുള്ള രീതിയിൽ വിത്തൗട്ട് സെയിൽ ചെയ്തിട്ട് അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു എക്സെപ്ഷൻ ആണ്, അവിടെ അതൊരു പ്രശ്നമല്ല. അപ്പൊ ഈ ഒരു എന്താണ് അഗ്രിമെന്റ് സ്റ്റേറ്റ് ഓഫ് ട്രേഡ് ഒരു വോയിഡ് ആണെന്ന് പറയുന്നതിന്റെ കാരണം എന്താണ് പർപ്പസ് ആണെന്നാണ് ടു പ്രൊമോട്ട് ഫ്രീഡം ഓഫ് ട്രേഡ് ആൻഡ് കോമ്പറ്റീഷൻസ്. നമ്മുടെ ഈ ഒരു ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാവർക്കും അവരുടെ താല്പര്യമായിട്ടുള്ള ട്രേഡും ആ ഒരു കോമ്പറ്റീഷനിൽ പോകാനും ട്രേഡ് എടുക്കാനും എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള ഫ്രീഡം ഉണ്ട്. അതും ഒരാൾക്കും എന്താണ് തടയാൻ പറ്റില്ല. അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് കൊണ്ടുവന്നുള്ളത്. അപ്പൊ അടുത്തതാണ് അഗ്രിമെന്റ് ഇൻ റിസ്ട്രെയിൻമെന്റ് ഓഫ് ലീഗൽ പ്രൊസീഡിങ്സ് ആണ്. അണ്ടർ സെക്ഷൻ 28 അഗ്രിമെന്റ്സ് റെസ്ട്രിക്ട് എ പാർട്ടി ഫ്രം എൻഫോഴ്സിംഗ് ലീഗൽ റൈറ്റ്സ് ത്രൂ കോർട്സ് ആർ വോയിഡ്. എങ്ങാനും ഇപ്പം ഒരാളൊരു ഇതിലേക്ക് ഇങ്ങനെ വരാണ് അഗ്രിമെന്റിലേക്ക്, നീ ഇങ്ങനെ ഉണ്ടായാൽ പോലും കോടതി പോയി ഇങ്ങനെ ചെയ്യരുത്. അപ്പൊ നമുക്ക് ഒരാളോട് പറയാൻ പറ്റില്ല. കാരണം എന്താ പറഞ്ഞാല് ഒരു കോടതി വന്നാൽ അപ്പൊ നമുക്കൊരു ഒരാളുടെ ഒരു പേഴ്സണൽ റൈറ്റ്സ് ആണ്. എന്തെങ്കിലും തനിക്ക് സംഭവിച്ചാലോ തനിക്കൊരു ലീഗലി എന്തെങ്കിലും തെറ്റ് പറ്റിയോ തന്നോട് അത് തെറ്റ് ചെയ്ത ആ ഒരു കോടതി കേസ് കൊണ്ടുപോയി ഒരു കോമ്പൻസേഷൻ കിട്ടുക എന്നുള്ളത് അത് നമ്മുടെ എല്ലാ മനുഷ്യരുടെയും എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അപ്പൊ ഈ ഒരു റൈറ്റിനെതിരെ ഒരാൾ എന്താണ് ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കുകയാണ്. എന്താണ് ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാല് നീ കോടതിയിൽ പോവരുത് എന്നുള്ള രീതിയിൽ ഒരു കോൺട്രാക്ട് ഒരു അഗ്രിമെന്റ് കൊണ്ടുവന്നാൽ എന്താണ് അത് വോയിഡ് ആവും. കാരണം എന്താണ് എല്ലാവർക്കും ഈ ഒരു രാജ്യത്തെ എല്ലാവർക്കും ലീഗൽ റെമഡീസ് അന്വേഷിക്കാൻ അല്ലെങ്കിൽ സീക്ക് ചെയ്യാനുള്ള റൈറ്റ് എല്ലാവർക്കും ഉണ്ട്. അത് തടയാൻ എന്താണ് ഒരാൾക്കും അവകാശം ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ അടുത്ത നെക്സ്റ്റ് പറയുന്നതാണ് അഗ്രിമെന്റ്സ് വിത്ത് അൺസർട്ടൻ മീനിങ് ആയിരിക്കും. അൺസർട്ടൻ അല്ല, കാരണം ഈ ഒരു മീനിങ് നമ്മൾ കൊടുത്ത ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ കറക്റ്റ് ഒരു ക്ലിയർ ആയിട്ട് പറയുന്നില്ല എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ ആ ഒരു ക്ലിയർ കട്ട് മീനിങ് അവിടെ വരുന്നില്ല. അതാണ് പറയുന്നത് അണ്ടർ സെക്ഷൻ 29 അഗ്രിമെന്റ്സ് whose meaning is not necessary or capable of being made certain are void എന്നാണ്. അപ്പൊ എന്താണ് ഏതെങ്കിലും ഒരു certain അല്ലെങ്കിൽ capable of being made certain അല്ലാത്ത ഏതെങ്കിലും ഒരു മീനിങ് അല്ലെങ്കിൽ എന്താണ് അത് അഗ്രിമെന്റ് വോയിഡ് ആണ്.
ഇപ്പം അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് എഗ്രിമെന്റ് ടു സെൽ എ റീസണബിൾ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഇവിടെ റീസണബിൾ ക്വാണ്ടിറ്റി അത് എത്ര എന്നുള്ളത് അവിടെ ആ ഒരു വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു എക്സ്പ്ലോയിറ്റേഷൻ വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഇപ്പൊ ഒരാള് 50,000 ഇത്ര രൂപ അല്ലെങ്കിൽ ഇത്ര ക്യാഷ് കൊടുത്ത റീസണബിൾ ക്വാണ്ടിറ്റി കൊടുക്കുന്നില്ല രീതിയിൽ അഗ്രിമെന്റ് വന്നിട്ടുള്ളൂ. ലേറ്റർ അദ്ദേഹം എന്താണ് വെറും ഒരു 5 കിലോ 10 കിലോ അങ്ങനെ മാത്രമേ തിരിച്ചു തന്നിട്ടുള്ളൂ. അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പം അദ്ദേഹം പറയുന്നതാണ് അവിടെ ഒരു റീസണബിൾ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൂ, ഇത്ര ക്വാണ്ടിറ്റി തരുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു ഗ്രൗണ്ട്സ് വെച്ചാൽ നമുക്കതിനാണ് അതിനെതിരെ കൗണ്ടർ കൊടുക്കാൻ ഒരു കാര്യമില്ല. അപ്പൊ അതാണ് പറയുന്നത് എന്താണ് എഗ്രിമെന്റ്സ് വിത്ത് അൺസർട്ടൈൻ. ഇപ്പൊ നമ്മളൊരു കോൺട്രാക്റ്റിൽ അകപ്പെടുമ്പോൾ അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ക്ലിയർ ആയിരിക്കണം. നമ്മൾ എന്തിനു വേണ്ടി ഏത് കാര്യത്തിന് എത്ര ഇതിലാണെന്നുള്ളത് കറക്റ്റ് അവിടെ എന്താണ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് വെക്കണം. അതുകൊണ്ടാണ്, കാരണം എന്താണ് ഇപ്പം ഏതെങ്കിലും ഒരു ക്ലിയർ ടേംസോ ലാക്ക് എന്തെങ്കിലും ടേംസിന്റെ കാര്യത്തിൽ ലാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു എൻഫോഴ്സ്മെന്റ് ലീഗൽ എൻഫോഴ്സ്മെന്റ് വരുന്നത് ഇമ്പോസിബിൾ ആയിരിക്കും. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊന്നും പ്രശ്നങ്ങൾ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അടുത്ത നമ്മൾ പറയുന്നത് വേജറിംഗ് എഗ്രിമെന്റ്സ്. വേജറിംഗ് എഗ്രിമെന്റ്സ് എന്ന് പറഞ്ഞാലാണ് ബെറ്റിംഗ് ഒക്കെ പറയും. നമ്മൾ ബെറ്റ് വെക്കുക അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ ആയിട്ടുള്ള ഒരു അൺസർട്ടൈൻ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ, അൺസർട്ടൈൻ ആയിട്ടുള്ള ഫ്യൂച്ചർ എഗ്രിമെന്റ് ഏതാണ് അണ്ടർ സെക്ഷൻ 30 വേജറിംഗ് എഗ്രിമെന്റ്സ് ആണ് വോയിഡ് ആണ്. എന്താണ് an agreement where two parties bet on an uncertain future event. ഫ്യൂച്ചറിൽ വരാൻ നടക്കാൻ പോകുന്ന ഒരു അൺസർട്ടൈൻ അല്ലാത്തൊരു കാര്യം, അത് ചിലപ്പോൾ നടക്കുകയും ചെയ്യാം നടക്കാണ്ടിരിക്കുകയും ചെയ്യാം. അപ്പൊ എന്താണ് അങ്ങനെയുള്ള ഒരു കാര്യത്തിന് ഇത് ചെയ്യുന്നത് വോയിഡ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ ഒന്നിൽ എന്താണ് ഒരു പാർട്ടി വിൻ ചെയ്യും മറ്റേ പാർട്ടി ലൂസ് ചെയ്യും. രണ്ടാക്കും സാധാരണ ഒരു കോൺട്രാക്റ്റിൽ എന്താണ് ഒരു മ്യൂച്വൽ കൺസിഡറേഷൻ ഉണ്ട്. ഇവിടെ അങ്ങനെയല്ല, ഏതെങ്കിലും ഒരു പാർട്ടി വിൻ ചെയ്യും മറ്റേ പാർട്ടി ലൂസ് ചെയ്യും. ഇപ്പൊ നമ്മൾ പറയില്ലേ ഒരു ക്രിക്കറ്റ് മാച്ച് തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ ഇങ്ങനെ ഇത് കൊടുക്കും ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് ആരെ ടീമിനാണ് ബെറ്റ് വെക്കുന്നുണ്ടോ ഇത്ര ഇയാൾ ജയിച്ച ഇത്ര കിട്ടും, അപ്പം എന്നാ മറ്റേ ടീം ജയിച്ച ഞാൻ ഇത്ര പൈസ തരും. ഇതൊക്കെ ഒരു വേജറിംഗ് എഗ്രിമെന്റ്സിന്റെ എക്സാമ്പിൾസ് ആണ്. കാരണം നമ്മൾക്ക് തീരെ അറിയത്തില്ല ഈ ഒരു ഫ്യൂച്ചർ സാധനത്തിൽ എന്തായിരിക്കും നടക്കാൻ പോകുന്നത്. അപ്പം ഇൻ കേസ് നമ്മൾ പറയും നാളെ മഴ പെയ്താൽ അല്ലെങ്കിൽ നാളെ മഴ പെയ്താൽ ഞാൻ എനിക്ക് ഇങ്ങനെ തരും എന്നൊക്കെ പറയുന്ന രീതിയിൽ ആ ഒരു ഫ്യൂച്ചറിൽ അൺസർട്ടൈൻ ആയിട്ട് നടക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ ചാൻസ് ഉണ്ട്, പക്ഷെ നമുക്ക് എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. നാളെ എന്ത് നടക്കും എന്നുള്ളത് നമുക്കൊരു കറക്റ്റ് ഐഡിയ ഇല്ലാത്ത ഒരു കാര്യത്തിൽ ഒരു ഫ്യൂച്ചർ കാര്യത്തിൽ നമ്മൾ രണ്ട് പാർട്ടീസ് അവിടെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുന്നതാണ് വോയിഡ് എന്ന് പറയുന്നതാണ് വേജറിംഗ് എഗ്രിമെന്റ്സ്. അത് വോയിഡ് ആണ്. അപ്പൊ എന്താണ് ഈ ഒരു കാര്യം കുറെ സ്ഥലത്ത് അതൊക്കെ വോയിഡ് ആണ്, ബട്ട് നെസസറിലി ഇല്ലീഗൽ അല്ല എന്നാണ്. അതിപ്പോ നമുക്ക് ചെയ്യുന്നതിന് ഒറ്റ പ്രശ്നമില്ല, പക്ഷെ അത് ലീഗലി എൻഫോഴ്സിബിൾ അല്ല. അപ്പൊ എന്തെങ്കിലും നഷ്ടം ഇൻ കേസ് നമുക്ക് ആ ഒരു കാര്യം വെച്ച് ഉണ്ടായാൽ എന്താണ് അത് വെച്ച് നമുക്ക് കോടതിയിൽ പോകാൻ പറ്റില്ല. പക്ഷെ അത് ചെയ്യാന്ന് വെച്ചിട്ട് നമുക്ക് എന്താണ് ഇല്ലീഗൽ അല്ല, നമുക്ക് എന്താണ് ലീഗലി നമ്മൾ അതിനെതിരെ പോകുന്നതും അല്ല. ഓക്കെ, നമ്മൾ എന്ത് നഷ്ടം സംഭവിച്ചാലും അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക, അത്രേ പറയുന്നുള്ളൂ. എന്താണ് നമ്മൾ പറയില്ലേ ടേക്ക് ദ റിസ്ക് ബി അറ്റ് യുവർ ഓൺ റിസ്ക് എന്ന് പറയും, എൻ്റർ അറ്റ് യുവർ ഓൺ റിസ്ക്. അപ്പൊ ഇത് നമുക്ക് ആ ഒരു റിസ്ക് നമ്മൾ തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാം, അത്രേ പറ്റത്തുള്ളൂ ഇവിടെ. പിന്നുള്ളതാണ് അഗ്രിമെന്റ് ടു ഡു ഇമ്പോസിബിൾ ആക്ട്സ് എന്ന് പറയും. അണ്ടർ സെക്ഷൻ 56 അഗ്രിമെന്റ്സ് ടു പെർഫോം ഇമ്പോസിബിൾ ആക്ട്സ് ആർ വോയിഡ് എന്ന് പറയുന്നുണ്ട്. കാരണം തീരെ നടക്കാൻ പറ്റാത്തൊരു കാര്യത്തിന് മേലെ ഒരു അഗ്രിമെന്റ് വെച്ചിട്ട് കാര്യമില്ല. അതാണ് ഒന്ന്. ട്രഷർ ബൈ മാജിക് എഗ്രിമെന്റ് ടു ഡിസ്കവർ ട്രഷർ ബൈ മാജിക്. നമുക്ക് മാജിക്കിലൂടെ ഒരു നിധി കണ്ടെത്താൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ ഡെഡ് പേഴ്സണെ തിരിച്ച് ജീവിതത്തിലേക്ക് ഉണ്ടാക്കി, ഇതൊന്നും എന്താണ് നമുക്ക് നടത്താൻ പറ്റാത്തത്. അതുപോലെ തന്നെയാണ് നമുക്ക് എന്താണ് നമുക്കിങ്ങനെ പറയും ഇത്ര പൈസ നീ ഇങ്ങനെ ചന്ദ്രനെ പിടിച്ചു തന്നാൽ ഞാൻ ഇത്ര പൈസ തരും. ആക്ച്വലി അതൊന്നും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങളല്ല. കാരണം ഇത്ര ആവശ്യത്തിലുള്ള ഒരു ആളെ നമുക്ക് എന്താണ് ചന്ദ്രൻ നമുക്ക് പിടിച്ചൊക്കെ പറ്റില്ല. അതുപോലെ തന്നെ മരിച്ചു പോയ ഒരാളെ നമുക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് വരാനും കഴിയില്ല. അപ്പൊ ഇതുപോലെ ഇമ്പോസിബിൾ ആക്ട്സിന്റെ മേലെ ഒരു എഗ്രിമെന്റ്സ് വെച്ചാൽ അതും എന്താണ് വോയിഡ് ആയിട്ട് മാറും. അപ്പൊ ഇതുപോലത്തെ അതാണ് പറയുന്നത് if performance becomes impossible later the contract becomes void due to the frustration. ഇതിൽ പറയുന്നുണ്ട് അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അൺസർട്ടൻ ഇവന്റ് അൺസർട്ടൻ ആയാൽ എന്താണ് അത് വോയിഡ് ആവും. അപ്പൊ ഇത്രയാണ് ടൈപ്സ് ഓഫ് വോയിഡ് അഗ്രിമെന്റിൽ പറയുന്നത്. എന്താണ് 9 നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 പ്രകാരം ഈ 9 എന്താണ് അഗ്രിമെന്റ്സ് ആണ് വോയിഡ് ആയിട്ട് പറയാം. അപ്പൊ ഒന്ന് നമ്മൾ പറഞ്ഞെന്താണ് ഇൻകോമ്പറ്റന്റ് പേഴ്സൺസുമായിട്ടുള്ള അഗ്രിമെന്റ്,
അൺലോഫുൾ കൺസിഡറേഷൻ ഓർ ഒബ്ജക്റ്റ് ഉള്ള അഗ്രിമെന്റ്, വിത്തൗട്ട് കൺസിഡറേഷൻ ഒരു അഗ്രിമെന്റ്, മാരേജ് റെസ്ട്രെയിൻമെന്റ് ഓഫ് മാരേജിന്റെ അഗ്രിമെന്റ്, റെസ്ട്രെയിൻറ്റ് ഓഫ് ട്രേഡ് ഉള്ള ഒരു അഗ്രിമെന്റ്, റെസ്ട്രെയിൻറ്റ് ഓഫ് ലീഗൽ പ്രൊസീഡിങ്സിന്റെ ഒരു അഗ്രിമെന്റ്, അൺസർട്ടൻ മീനിങ് കൊണ്ടുവന്നിട്ടുള്ള ഒരു അഗ്രിമെന്റ്, വേജറിംഗ് അഗ്രിമെന്റ്സ് ടു പെർഫോം ഇമ്പോസിബിൾ ആക്ട്സ്. ഈ ഒക്കെ അഗ്രിമെന്റ്സിന്റെ എന്താണ്, അതൊക്കെ എന്താണ് വോയിഡ് അയക്കുന്ന പറയുന്നത്. അപ്പൊ ഇതിൽ എന്താണ് പ്രശ്നം? എന്തിൽ നിന്ന് ഈ ഏതെങ്കിലും ഒരു അഗ്രിമെന്റ് ചെയ്ത് അവസാനം നമുക്ക് എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിച്ചാൽ എന്താണ്, നമുക്കത് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി കോടതി പോവാൻ പറ്റില്ല. അതാണ് ഇതിൽ നിന്നൊക്കെ പറയുന്നത്. ഇതാണ് ഇവിടെ ഇമ്പോർട്ടൻസ് ഓഫ് വോയിഡ് അഗ്രിമെന്റിന്റെ ഡോക്ട്രിൻ പറയുന്നുണ്ട്. ദ കോൺസെപ്റ്റ് ഓഫ് വോയിഡ് അഗ്രിമെന്റ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, എക്സ്പ്ലോയിറ്റേഷൻ ഇത് കുറക്കാൻ വേണ്ടിയിട്ടും ഒരാളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതാണ് പറയുന്നത്, ദ കോൺസെപ്റ്റ് ഓഫ് വോയിഡ് അഗ്രിമെന്റ്സ് എൻഷുവേഴ്സ്. എന്തൊക്കെയാണ് എൻഷുവേഴ്സ് ചെയ്യുന്നത്? നമ്മുടെ പബ്ലിക് ഇൻട്രസ്റ്റ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യണം, അല്ലെങ്കിൽ അൺഫെയർ ഓർ ഇല്ലീഗൽ അഗ്രിമെന്റ്സിന്റെ പ്രിവെന്റ് ചെയ്യാനോ, പിന്നെന്താണ് ലോഫുള്ളും എത്തിക്കൽ കോൺട്രാക്ട്സ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ഓരോ ഇതിന്റെ നമ്മുടെ വോയിഡ് അഗ്രിമെന്റ് ഡോക്ട്രിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് പറയുന്നത് ഇവർ ഇതിൽ ഉറപ്പ് തരുന്നതാണ് ലീഗലി വാലിഡ് ആയിട്ടുള്ള അഗ്രിമെന്റ്സ് ആരെന്താണ് എൻഫോഴ്സിബിൾ എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും ഓക്കെ ആണോ നിങ്ങൾക്ക്? നമുക്ക് ഇനി ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ? ആർക്കൊന്നും കുഴപ്പമില്ലല്ലോ? ആർക്കും പ്രശ്നമില്ലെങ്കിൽ പോവാണേ. അക്കോർഡിംഗ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. According to Section 2 Clause 3 of the Indian Contract Act 1872, a void agreement is എന്താണ്? നമ്മുടെ സെക്ഷൻ 2 Clause 3 പ്രകാരം ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 പ്രകാരം ഒരു വോയിഡ് അഗ്രിമെന്റ് എന്താണ്? നോട്ട് എൻഫോഴ്സബിൾ ബൈ ലോ ആണ്. നമ്മൾ എന്താണ് ആ ഒരു എൻഫോഴ്സ് ചെയ്യുന്നില്ല, നിയമപ്രകാരം അത് എൻഫോഴ്സ് ചെയ്യുന്നില്ല. നമുക്ക് കോടതി പോയിട്ട് ഒരു എന്താണ് ഒന്നും നമ്മുടെ ആ ഒരു രീതിയിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് ആ ഒരു രീതിയിൽ കൊണ്ടുവരാൻ പറ്റില്ല. അടുത്തതാണ് എ കോൺട്രാക്ട് വിച്ച് ഇസ് വാലിഡ് വെൻ മെയ്ഡ് ബട്ട് ലേറ്റർ ബിക്കംസ് അൺഎൻഫോഴ്സബിൾ ഈസ് കോൾഡ് ആണ് വോയിഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു വോയിഡ് എന്താണ്? വോയിഡ് കോൺട്രാക്റ്റും വോയിഡ് അഗ്രിമെന്റും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമ്മൾ പറഞ്ഞായിരുന്നു. വോയിഡ് അഗ്രിമെന്റ് എന്താണ്? ഫ്രം സ്റ്റാർട്ടിങ് ഇറ്റ് സെൽഫ് അത് ഇതായിരിക്കും, വോയിഡ് ആയിരിക്കും. പക്ഷെ വോയിഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഫ്രം സ്റ്റാർട്ടിങ് അത് വാലിഡ് ആയിരുന്നു, പക്ഷെ സർട്ടൻ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, സർട്ടൻ അൺസർട്ടൻ ഇവന്റ് വന്ന സമയത്ത് അല്ലെങ്കിൽ സർട്ടൻ സർക്കംസ്റ്റാൻസസിലൂടെ പോയ സമയത്ത് എന്താണ് അത് വോയിഡ് ആയി മാറി. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് എ കോൺട്രാക്ട് ആണ് വിച്ച് വാസ് വാലിഡ് വെൻ മെയ്ഡ് ബട്ട് ലേറ്റർ ബിക്കംസ് അൺഎൻഫോഴ്സബിൾ ഈസ് കോൾഡ് എന്താണ്? വോയിഡ് കോൺട്രാക്ട്. പിന്നെ പറയുന്നതാണ് ദ മൈനസ് അഗ്രിമെന്റ് ഈസ് വോയിഡ് അബ് ഇനിഷ്യോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വോയിഡ് അബ് ഇനീഷ്യോ എന്നാണ്. ഇനീഷ്യൽ സ്റ്റേജ് ഇറ്റ് സെൽഫ് എന്താണ്? അത് വോയിഡ് ആണ്. അത് നേരത്തെ പറഞ്ഞ ആ ഒരു കേസ് ഏതാണ്? മോഹിനി വേഴ്സസ് ധർമ്മദാസ് ആണ്. മൈനറിനെ പറ്റിയാണ് പറയുന്നത്. an agreement made without consideration എന്താണ്? വോയിഡ് ആണ്. നമുക്ക് എന്താണ് ഒരു അഗ്രിമെന്റിൽ കൺസിഡറേഷൻ, നേരത്തെ പറഞ്ഞ ഒരു പ്രിൻസിപ്പിൾ ആണ്, നിങ്ങൾ എഴുതി വെച്ചോ, കാരണം ഇതിൽ സ്ലൈഡിൽ ഉണ്ടായിട്ട് കിഡ് പ്രോക്കോ അല്ലെങ്കിൽ സംതിങ് ഇൻ റിട്ടേൺ എന്ന് പറയും. നമുക്കൊരു കൺസിഡറേഷൻ അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് ഉണ്ടെങ്കിൽ സംതിങ് ഇൻ റിട്ടേൺ, കാരണം ഒരാൾ ഒരേ എന്തെങ്കിലും സംഭവം സെൽ ചെയ്തില്ലെങ്കിൽ അതിന്റെ ഇതിന്റെ ഒരു റിട്ടേൺ ആയിട്ട് എന്താണ് അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു പൈസ ഒരു പേയ്മെന്റ് ഉണ്ടാവും. അപ്പൊ അതാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഒരു വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിൽ എന്താണ് അത് വോയിഡ് ആണ് എന്നാണ് പറയുന്നത്. വിച്ച് സെക്ഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് അഗ്രിമെന്റ്സ് വിത്തൗട്ട് കൺസിഡറേഷൻ ആസ് വോയിഡ്? ഞാൻ പറഞ്ഞില്ല. അപ്പൊ നേരത്തെ പോലെ നമ്മൾ എന്ത് പഠിക്കുമ്പോൾ സെക്ഷൻസും കൂടി നോക്കി പഠിച്ചു വെക്കുക. അപ്പൊ ഓരോ സെക്ഷൻസ് ഓർഡർ ആയിട്ട് സെക്ഷൻസ് ഇങ്ങനെ ആ ഒരു പാട്ട് പോലെ പഠിക്കുക, അങ്ങനെ എന്തെങ്കിലും പഠിച്ചു വെക്കുക. ഇപ്പൊ ഇവിടെ എന്താണ് സെക്ഷൻ 25 പറയുന്നത് എന്താണ്? കൺസിഡറേഷൻ ഇല്ലാത്ത അഗ്രിമെന്റ്സ് എന്തായിരിക്കും? വോയിഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സെപ്ഷൻ? അത് നമ്മൾ എപ്പോഴും തെറ്റുന്ന ഒരു കാര്യം കേട്ടോ. എക്സെപ്ഷൻ ആണ്, നോട്ട് ആൻ എക്സെപ്ഷൻ. ആ ഒരു കാര്യങ്ങൾ പലപ്പോഴും പല ആൾക്കാർക്കും തെറ്റുന്ന ഒരു കാര്യമാണ്. ക്വസ്റ്റ്യൻ എക്സാം വന്ന സമയത്ത് പെട്ടെന്ന് ടെൻഷൻ ആയിട്ട് സംഭവം വായിക്കുമ്പോൾ അങ്ങനെ തെറ്റിപ്പോകും. നോട്ട് ആൻ എക്സെപ്ഷൻ എന്നുള്ളത് എക്സെപ്ഷൻ ആയി പറയും. അപ്പൊ ഇതൊക്കെ എന്നുള്ളത് കറക്റ്റ്. അതുകൊണ്ടാണ് അവിടെ നോട്ട് എന്നുള്ളത് ആ ഒരു ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ തന്നെ കൊടുത്തത്. കാരണം നമ്മൾ വായിക്കുമ്പോൾ കൃത്യം ഒരു വാക്ക് വെച്ച് വേർഡ് ബൈ വേർഡ് ആയിരിക്കും നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ വായിക്കുന്നത്. അപ്പം which of the following is not an exception to the rule? No consideration, no contract. എക്സെപ്ഷൻ അല്ല എന്നാണ് പറയുന്നത്. ഇവിടെ ഏതാ? അഗ്രിമെന്റ് ഇൻ റിസ്ട്രെയിൻ ഓഫ് ട്രേഡ്.
ഈ ഒരു ട്രേഡിന്റെ കാര്യത്തിൽ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ എന്താണ് നോ കോൺട്രാക്ട്. ഇവിടെ ഒരു എക്സെപ്ഷൻ ഇല്ല. ബാക്കി എല്ലാ കാര്യത്തിനും അഗ്രിമെന്റ് ഇവിടെ ബാക്കി 3 കാര്യത്തിൽ എന്താണ് ഈ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ബാക്കി എന്താണ് എഗ്രിമെന്റ് ഇൻ റിസ്ട്രെയിന്റ് ഓഫ് മാരേജിൽ അവിടെ ഒരു എക്സെപ്ഷൻ ഇല്ല. അവിടെ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ അവിടെ ഒരു കോൺട്രാക്ട് ഇല്ലാന്ന് പറയപ്പെടുന്നുണ്ട്. ബാക്കി ഉള്ളിടത്ത് കൺസിഡറേഷൻ ഇല്ലെങ്കിലും ഇറ്റ്സ് ഓക്കെ ആണ്. കാരണം എന്താണ് അഗ്രിമെന്റ് ബേസ്ഡ് ഓൺ നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷനിൽ അവിടെ അങ്ങനെ ഒരു കൺസിഡറേഷൻ ഇല്ലെങ്കിലും പ്രശ്നമില്ല. പ്രോമിസ് ടു പേ ടൈം ബാരിയഡ് ഡെപ്റ്റ് ആയാലും പ്രോമിസ് ടു കോമ്പൻസേറ്റ് ഫോർ പാസ്റ്റ് വോളണ്ടറി സർവീസ് ആയാലും അവർ മുൻപേ നടന്നൊരു കാര്യത്തിന് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ലവ് ആൻഡ് അഫെക്ഷൻ കൊണ്ട് മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു ഇതിനായിരിക്കും. അപ്പൊ അവിടെ എന്താണ് ഒരു കൺസിഡറേഷന്റെ ആവശ്യമില്ല. പക്ഷെ എഗ്രിമെന്റ് ഇൻ റിസ്ട്രെയിന്റ് ഓഫ് ട്രേഡ് വരുന്ന സമയത്ത് അവിടെ എന്താണ് അവിടെ കൺസിഡറേഷൻ വേണം. അവിടെ എന്താണ് സംതിങ് ഇൻ റിട്ടേൺ ആവശ്യമുണ്ട്. പിന്നെയാണ് പറയുന്നത് അഗ്രിമെന്റ്സ് റിസ്ട്രെയിൻ മാരേജ് ആർ ഡിക്ലെയർഡ് വോയിഡ് അണ്ടർ ഏത് സെക്ഷൻസ് ആണെന്ന്. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് സെക്ഷൻസ് ഓർത്ത് വെച്ച് പഠിക്കുക. പാർട്ട് അങ്ങനെങ്കിൽ ഏതെങ്കിലും ഒരു ഫസ്റ്റ് ലെറ്റർ വെച്ച് അങ്ങനെ ഓരോന്നായിട്ട് പഠിച്ച് പോവുക. അപ്പൊ അതാണ് സെക്ഷൻ 26 ആണ് പറയുന്നത്. അഗ്രിമെന്റ്സ് റിസ്ട്രെയിനിങ് മാരേജ് ആർ ഡിക്ലെയർഡ് വോയിഡ് എന്നാണ് പറയുന്നത്. അടുത്തതാണ് an agreement restraining a person from carrying on a lawful profession is void. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാവർക്കും അവരുടെ ഇഷ്ടമുള്ള ഒരു ലോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കാനുള്ള തീരുമാനമുണ്ട്. ആ ഒരു നമുക്ക് ഇഷ്ടമുള്ള തീരുമാനം നമുക്ക് എടുക്കാം. ഇഷ്ടമുള്ള ജോലിയിൽ നമുക്ക് എന്താണ് ഫോളോ ചെയ്യും. അപ്പൊ ആ ഒരു കാര്യത്തിൽ ചെയ്തു കൂടാന്നുള്ള രീതിയിലേക്ക് ഒരു അഗ്രിമെന്റ് കൊണ്ടുവരുന്നത് എന്താണ് അതൊക്കെ വോയിഡ് ആണ്. അടുത്തതാണ് an agreement restricting a party from enforcing legal right through courts. അത് കോർട്സ് നമ്മൾ നേരത്തെ പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് അവസാനം നീ കോടതിയിൽ പോകരുത് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു പാർട്ടീനെ അദ്ദേഹത്തിന്റെ ലീഗൽ റൈറ്റ്സ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഒരു അഗ്രിമെന്റ് വരുത്തുന്നതും എന്താണ് അതും വോയിഡ് ആണ്. നമുക്ക് ഒരിക്കലും ഒരാളെ എന്താണ് നീ ഒരിക്കലും കോടതിയിൽ പോവരുത് എന്ന് പറയാനുള്ള അവകാശം എന്ത് നമുക്ക് ഇല്ല. അടുത്തതാണ് അഗ്രിമെന്റ്സ് ഹൂസ് മീനിങ് ഈസ് അൺസർട്ടൈൻ ആർ മീനിങ് ആ ഒരു കോൺട്രാക്ട് വരുന്ന സമയത്ത് നീ ഇത്ര പൈസ താ, ഞാൻ ഒരു കണക്കായ അത്ര പറ്റിയൊരു പൈസ അല്ലെങ്കിൽ പറ്റിയൊരു സാധനം അങ്ങോട്ട് തരാം അങ്ങനെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഇങ്ങനെ പൈസ കിട്ടിയതിനു ശേഷം കുറച്ച് എന്നുള്ള രീതി അല്ലെങ്കിൽ കുറച്ച് മാത്രം പൈസ കൊടുത്താൽ എന്താണ് അത് നമ്മൾ കോമ്പൻസേഷൻ ഈ പോയാൽ അവിടെ ഒരു പ്രശ്നം വരും. കാരണം എന്താണ് അദ്ദേഹം ആ ഒരു അഗ്രിമെന്റിൽ ഓൾറെഡി അക്സെപ്റ്റ് ചെയ്താൽ പിന്നെ അവിടെ എന്താണ് നമുക്ക് ഒരിക്കലും ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്തുണ്ടെങ്കിലും കാര്യങ്ങൾ ആ ഒരു അൺസർട്ടൻ ഉണ്ടെങ്കിലും ടേംസ് ആൻഡ് കണ്ടീഷൻസ് എപ്പോഴും അക്സെപ്റ്റബിൾ ആയിട്ട് മാത്രമേ അഗ്രിമെന്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ പാടുള്ളൂ. അടുത്തതാണ് വേജറിംഗ് അഗ്രിമെന്റിനെ പറ്റിയാണ് പറയുന്നത്. വേജറിംഗ് അഗ്രിമെന്റ് എന്താണ് വോയിഡ് ആണ്. അപ്പൊ നേരത്തെ വേജറിംഗ് അഗ്രിമെന്റിന്റെ സെക്ഷൻസിനെ പറ്റി പറഞ്ഞിരുന്നു. ആർക്കെങ്കിലും സെക്ഷനെ പറ്റി ഓർമ്മയുണ്ടോ? വാട്ട് ഈസ് ദ സെക്ഷൻ ഓഫ് വേജറിംഗ് അഗ്രിമെന്റ്? എനിവൺ ഹാവ് എൻ ഐഡിയ അബൌട്ട് ഇറ്റ്? എനിവൺ? ഓക്കെ, വേജറിംഗ് അഗ്രിമെന്റ് നമ്മൾ സെക്ഷൻ 30 ആണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സെക്ഷൻ 30ലാണ് വേജറിംഗ് അഗ്രിമെന്റിന് പ്രകാരം പറഞ്ഞിട്ടുള്ളത് അതെന്താണ് വോയിഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് വേജറിംഗ് അഗ്രിമെന്റ്? ഇതിൽ ഏതൊക്കെ എക്സാമ്പിൾ ആണ് വേജറിംഗ് അഗ്രിമെന്റ് ആവുക? ഇൻഷുറൻസ് കോൺട്രാക്ട് അത് വേജറിംഗ് അഗ്രിമെന്റ് അല്ല. സെയിൽ ഓഫ് ഗുഡ്സ് കോൺട്രാക്ട് അതും വേജറിംഗ് അഗ്രിമെന്റ് അല്ല. ബെറ്റിംഗ് ഓൺ ക്രിക്കറ്റ് മാച്ച് അത് വേജറിംഗ് ആണ്. എംപ്ലോയ്മെന്റ് അഗ്രിമെന്റ് അത് വേജറിംഗ് അല്ല. അപ്പൊ നമ്മൾ പറഞ്ഞു ഫ്യൂച്ചറിൽ അൺസർട്ടൻ ആയിട്ട് വരുന്ന ഒരു കാര്യം, ഫ്യൂച്ചറിൽ നടക്കേണ്ട കാര്യം, ഉറപ്പില്ലാത്ത ഒരു കാര്യത്തിന് മേലെ ഒരു അഗ്രിമെന്റ് വെക്കുന്നതാണ് വേജറിംഗ് അഗ്രിമെന്റ്. അടുത്തത് ഇതാണ് അഗ്രിമെന്റ്സ് ടു പെർഫോം ഇമ്പോസിബിൾ ആക്ട്സ്. ഭാവിയിൽ നടക്കൂലോ എന്നുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന രീതിയിൽ അമ്പിളി മാമനെ പിടിച്ചു തരണം എന്നുള്ള രീതിയിലൊരു അഗ്രിമെന്റിലേക്ക് പോകും. അതൊക്കെ എന്താണ് ഒരു ഇമ്പോസിബിൾ ആണ്, അത് വോയിഡ് ആയിട്ട് മാറും. നെക്സ്റ്റ് ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വോയിഡ് അഗ്രിമെന്റ് അണ്ടർ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്? ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം വോയിഡ് അഗ്രിമെന്റ് അല്ലാത്ത ഏതാണെന്നാ ചോദിക്കുന്നത്. അഗ്രിമെന്റ് വിത്തൗട്ട് കൺസിഡറേഷൻ വോയിഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അഗ്രിമെന്റ് ഇൻ റിസ്ട്രെയിന്റ് ഓഫ് മാരേജ് വോയിഡ് ആണെന്ന് പറഞ്ഞു. അഗ്രിമെന്റ് ഇൻ റിസ്ട്രെയിന്റ് ഓഫ് ട്രേഡ് വോയിഡ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇതിൽ ഏതാ അഗ്രിമെന്റ് ടു സെൽ ഗുഡ്സ്? സെൽ ഗുഡ്സ് ഏതാണ്? അവിടെ ഒരു കൺസിഡറേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് അത് വോയിഡ് അല്ല. അടുത്തത് ഏതാണ് വിച്ച് അഗ്രിമെന്റ് ബിക്കംസ് വോയിഡ് ഡ്യൂ ടു അൺസർട്ടനിറ്റി? ഇവിടെ ഏതാണ് അഗ്രിമെന്റ് സെൽ എ സ്പെസിഫിക് കാർ? ഇവിടെ അൺസർട്ടൻ ആണോ? അല്ലല്ലോ, ഇവിടെ സെർട്ടനിറ്റി. കാരണം ഏത് സാധനം കൊടുക്കുന്ന അവിടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഒരു സ്പെസിഫിക് കാർ.
രണ്ടാമത്താണ് അഗ്രി ടു ഡെലിവർ ഗുഡ്സ് ടുമാറോ. അവിടെയും ഒരു സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഏതാണ്, നാളെ ഡെലിവർ ചെയ്യും. പിന്നെന്താണ്, ടു സെൽ എ റീസണബിൾ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ്. റീസണബിൾ ക്വാണ്ടിറ്റി ഇവിടെ എന്താണ്, എത്ര ഗുഡ്സ് ആണെന്നുള്ളത് അവിടെ എന്താണ്, അവിടെ ക്ലാരിറ്റി വന്നിട്ടില്ല. അപ്പൊ അവിടെ എന്താണ്, അവിടെ ഒരു അൺസർട്ടനിറ്റി വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ്, അത് വോയിഡ് ആണ്. നെക്സ്റ്റ് എന്താണ്, അഗ്രിമെന്റ് സെൽ 10 tons ഓഫ് വീറ്റ്. അവിടെ എന്താണ്, അവിടെ കറക്റ്റ് എന്താണ് ആ ഒരു അളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെന്താണ്, അത് വോയിഡ് അല്ല. നെക്സ്റ്റ് ഏതാണ്, ദ റൂൾ നോ കൺസിഡറേഷൻ നോ കോൺട്രാക്ട് മീൻസ് എന്താണ്, എവരി എഗ്രിമെന്റ് മസ്റ്റ് ഹാവ് എ കൺസിഡറേഷൻ. ഒരു കൺസിഡറേഷൻ മീൻസ് എന്താണ്, ഒരു ഒരു കോൺട്രാക്ട് ഒരു എഗ്രിമെന്റ് വെക്കുന്നത്, ഒരാൾ ഒരു എഗ്രിമെന്റ് ഒരു ഇങ്ങനെ ചെയ്താൽ തിരിച്ച് എന്തെങ്കിലും ലഭിക്കുന്ന രീതിയിലാണ്. അപ്പം ആ ഒരു കൺസിഡറേഷൻ അല്ലെങ്കിൽ നമുക്കൊരു റിട്ടേൺ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, അവിടെ ഒരു കോൺട്രാക്ട് ഇല്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് അഗ്രിമെന്റ് ഈസ് വാലിഡ് ഡെസ്പൈറ്റ് ബീങ് വിത്തൗട്ട് കൺസിഡറേഷൻ. നമ്മുടെ ഏത് എഗ്രിമെന്റ് ആണ് വാലിഡ് ഡെസ്പൈറ്റ് ബീങ് വിത്തൗട്ട് കൺസിഡറേഷൻ. കൺസിഡറേഷൻ ഇല്ലെങ്കിലും വാലിഡ് ആവുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ മുമ്പേ പറഞ്ഞ പോലത്തെ ഏതാണ്, ഒന്നെങ്കിൽ ടൈം വാലിഡ് ഡെപ്റ്റ്, അല്ലെങ്കിൽ മുൻപേ ചെയ്ത വോളണ്ടറി ആക്ടിവിറ്റിക്ക് നമുക്കൊരു റീപേയ്മെന്റ് പോലെ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ലവ് ആൻഡ് അഫെക്ഷൻ കാരണം നമ്മൾ ഒരാൾക്ക് ചെയ്യുന്ന ഒരു അഗ്രിമെന്റ്സ് എന്താണ്, കൺസിഡറേഷൻ ഈവൻ കൺസിഡറേഷൻ ഇല്ലെങ്കിലും അത് വാലിഡ് ആണ്. അടുത്തതാണ്, ദ പേർപ്പസ് ഓഫ് ഡിക്ലെയറിംഗ് സർട്ടൻ അഗ്രിമെന്റ്സ് വോയിഡ് ഈസ് ടു എന്താണ്, ടു പ്രൊട്ടക്ട് പബ്ലിക് പോളിസി ആൻഡ് ഫെയർനെസ് ആണ്. ഇത്രയും നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്തുകൊണ്ടാണ് നമ്മൾ ഇതുപോലത്തെ അഗ്രിമെന്റ്സ് വോയിഡ് ആണെന്ന് പറയുന്നത്. കാരണം എന്താണ്, ഇത് നമ്മൾ എക്സ്പ്ലോയിറ്റേഷന് എതിരെയാണ്. നമ്മൾ എന്താണ്, പബ്ലിക് പോളിസി, നമ്മുടെ പബ്ലിക് ഇൻട്രസ്റ്റും ആ ഒരു ഫെയർനെസ് എന്താണ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഇതുപോലുള്ള ആ ഒരു സർട്ടൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അടുത്തതാണ് ഏതാണ്, വിച്ച് സെക്ഷൻ ഡീൽ വിത്ത് വേജറിംഗ് അഗ്രിമെന്റ്സ്. നമ്മൾ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ ഏതാണ്, വേജറിംഗ് അഗ്രിമെന്റ്സുമായിട്ട് ഡീൽ ചെയ്യുന്ന സെക്ഷൻ ഏതാണ്, സെക്ഷൻ 30. അപ്പൊ അടുത്ത നമുക്ക് ചോദിക്കാം, എ കോൺട്രാക്ട് ദാറ്റ് റെസ്ട്രിക്ട്സ് എ പേഴ്സൺ ഫ്രം മാരിയിങ് എനിവൺ ഈസ് എന്താണ്, വോയിഡ് ആണ്. കാരണം നമ്മൾ ആരെ കല്യാണം കഴിക്കണം എന്നുള്ള തീരുമാനമാണ്, അത് നമ്മുടെ മാത്രം തീരുമാനമാണ്. അതിലേക്ക് നമുക്ക് മറ്റൊരാളുടെ കൈയും കടത്താൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ മറ്റൊരാളെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് ഒരാൾ പറയാൻ എന്താണ്, അത് അവർക്കും അവകാശം ഇല്ല, അത് കേൾക്കേണ്ട അവകാശം നമുക്കും ഇല്ല. ഓക്കെ, അപ്പൊ അതെന്താണ്, വോയിഡ് ആണ്. അപ്പം ഇപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ ക്ലാസ്. അപ്പം എല്ലാവർക്കും മനസ്സിലായോ ഇന്നത്തെ